തീ കൂടിയോ? Yeah. Look at the puri. ഈ പൂരി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയുടെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ അടുക്കളയിൽ ഇറങ്ങുന്നത്. നമുക്ക് പൂരി ഓക്കെ ഇല്ലേ? അടിപൊളി. അമ്മ എന്ത് ചെയ്താലും അറിയാവുന്ന കാര്യങ്ങൾ, അങ്ങനെ ഇപ്പോഴത്തെ പല കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയില്ല. അന്നത്തെ എല്ലാ പാചക സാധനങ്ങളും നമ്മൾ കഴിക്കാൻ ഉണ്ടാക്കുന്നതെല്ലാം ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരാറുണ്ട്. അതാണ്ട് എഗെയിൻ നമ്മുടെ വീട്ടിൽ എന്ത് പൂരി ആക്കിയാലും കിച്ചുവിന് വേണ്ടിയാണ് എപ്പോഴും പൂരി ആക്കുന്നത്. ഇപ്പം ഞാൻ ആക്കിയിട്ട് ആക്ച്വലി ഒരുപാട് നാളായി. കിച്ചു അടുത്ത് 1-2 ദിവസം ചോദിക്കുന്നത് പൂരി ആക്കിയിട്ട് എത്ര നാളായി, നിങ്ങൾക്കൊന്നും പൂരി ആക്കാൻ അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും ഈ കൊച്ചി ട്രിപ്പ് കഴിഞ്ഞ് വന്നാൽ ഉടനെ കിച്ചുവിന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് പോയി. എന്നാൽ ഞാൻ കിച്ചുവിന് ചോദിച്ചു, കിച്ചു നാളെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് അറിയാവോ? ആ പൂരി ആക്കുന്ന ദിവസം കിച്ചു വീട്ടിലും ഉണ്ട്, നല്ല മൂഡിലും ആണെങ്കിൽ ഇതുപോലെ വന്ന് ഫുള്ള് ഹെൽപ്പ് ചെയ്ത് തരും. കിച്ചു ആയിരുന്നു കിച്ചുവിൻ്റെ വീട്ടിൽ കംപ്ലീറ്റ് ഇതുപോലത്തെ പണികൾ ചെയ്യുന്നത്. ഇവരുടെ വീട്ടിൽ കൂടുതലും ചപ്പാത്തി, പൂരി, അതുപോലെ ഗോതമ്പ് കൊണ്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരുന്നു. മേ ബി അച്ഛൻ നേവിയിലായിരുന്നതിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. ഗോതമ്പ് ഐറ്റം ആയിരുന്നു കൂടുതൽ എപ്പോഴും. ആൻഡ് കിച്ചുവിൻ്റെ അമ്മയ്ക്ക് ഇത് എത്ര എണ്ണം ആക്കാൻ കൂടി കിച്ചുവൊക്കെ ഇപ്പോൾ 15-20 പൂരിയൊക്കെ കഴിക്കുന്ന ആളാണ്. പാവം എത്ര 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 പൂരി ആക്കുമായിരുന്നു. കൂട്ടുകാരെ കൂടി വിളിച്ചോണ്ട് വന്ന പണിയാണ്. ആ പൂരി ചപ്പാത്തിയൊക്കെ എന്തിൻ്റെ കൂടെ വേണം കഴിക്കും, ഒന്നുമില്ല, വെറും അച്ചാർ മാത്രം മതി. വേണമെങ്കിൽ കുറച്ച് ഹണി ഉണ്ടെങ്കിൽ ഹണിയുടെ കൂടെ കഴിക്കാം. ചപ്പാത്തിയൊക്കെ ഒരു പഴം മതി, അതിൻ്റെ കൂടെ കഴിക്കാം. പിന്നെ ഈ നോൺ വെജ് കറികളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ഇത്രയും സുലഭമായിട്ട് കറികളില്ലല്ലോ. ഉള്ള കറി ചിലപ്പോൾ ഒരു നമ്മളിതിൻ്റെ കോമ്പിനേഷൻ പൊട്ടാറ്റോ കറി കാണും, ഒരു മുട്ട ബുൾസൈ കാണും. മുട്ട ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. എല്ലാം കഴിഞ്ഞ് മുട്ട അതിനകത്ത് ചുരുട്ടി വെച്ചിട്ട് കഴിക്കുക അവസാനത്തെ പൂരി. നമ്മൾ പണ്ട് ഒരു ഷൂട്ടിന് പോയിട്ട് എന്നും പൂരി കഴിക്കാൻ പോയിരുന്നു. ഓർമ്മയുണ്ടോ ഏതാണെന്ന്? ഇവരുടെ യൂട്യൂബിലെ എന്താ പേര്? പൂമുഖത്തിന്റെ ഷൂട്ടിംഗ് നമുക്ക് ഏർലി മോർണിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പം മറ്റേ കോഫി ഡേ ഇരിക്കുന്ന ആ സ്പോട്ടിൽ പണ്ട് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു മുകളിൽ. നല്ല പൂരി കിട്ടുമായിരുന്നേ. അപ്പോൾ അവിടെ പോയി നമ്മൾ പൂരി കഴിക്കുമായിരുന്നു. ഇന്നും നല്ല പൂരി കിട്ടാൻ അന്നത്തേനേക്കാൾ ഇന്നിപ്പോൾ ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടുന്നു. അതുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്യും. പണ്ട് വളരെ കുറച്ച് സ്ഥലങ്ങൾ, കുറച്ച് ഹോട്ടലുകളായിരുന്നു. അപ്പോൾ കിട്ടുന്ന ഭക്ഷണം നമ്മൾ ഹാപ്പി ആയിട്ട് കഴിച്ചു. ഞാൻ പൂരി നന്നായിട്ട് കഴിച്ചിട്ടുള്ള ഒരു ഹോട്ടലുണ്ട് കൊച്ചിയിൽ. കിച്ചനറിയാവോ? ഓർമ്മയുണ്ടോ? പ്രശാന്ത് അല്ല, ഇത് ഓൺ ദ വേ, പിന്നെ ബൈപ്പാസിൽ വരും. അത് ഒന്ന് ഓർത്ത് നോക്കി. അവിടെ ഇരിക്കുമ്പോൾ ലൈവായിട്ട് അവരാക്കി തരും. ഒരു ഹോട്ടലുണ്ടായിരുന്നു പണ്ട്. ആ ഹോട്ടലിൻ്റെ അവിടെ വെച്ച് നമ്മളെടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അമ്മു ഓസിയൊക്കെ ആയിട്ട്. ഇഷാനിയായിട്ട് നമ്മളവിടെ പോയിട്ടുണ്ട്. ഹൈവേ ഗാർഡൻ അവിടെ ഒരു ഗാർഡനിലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അകത്തുകൊണ്ട് ഗാർഡനിലൊരു ഇതുപോലത്തെ. ഞാൻ ഇപ്പൊ ഈ അടുത്ത ഷൂട്ടിങ്ങിന് എന്നും അതിന്റെ വഴി കൂടെ പോകണം. പക്ഷെ ഇപ്പൊ അവിടെ ഫുൾ മാറിപ്പോയി. പണ്ട് ഹൈവേ ഗാർഡൻ ഇങ്ങനെ ഒറ്റയ്ക്കായിരുന്നു, അപ്പുറത്തും ഇപ്പുറം അധികം ബിൽഡിങ്സ് ഇല്ല. ഞാൻ സലീം കുമാറിനെ ഇങ്ങനെ ആദ്യം കാണുന്നത്. ഞാൻ അപ്പച്ചി ഉണ്ടായിരുന്നു. അപ്പച്ചി അന്ന് സലീം കുമാറിന്റെ ഒരു കോമഡി മറ്റേ ഏഷ്യാനെറ്റിലെ ഒരു പ്രോഗ്രാം വരുമായിരുന്നല്ലോ, ടെന്നീസ് കളിക്കുന്ന. യെസ്. അപ്പൊ അത് കണ്ടിട്ട് അപ്പൊ അപ്പച്ചിക്ക് സലീം കുമാറിനെ കണ്ടിട്ട് ചിരി അടക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മളന്ന് ഊട്ടി പോണ ആ സമയത്ത്, ഇറ്റ് വാസ് വേ ബാക്ക് ഇൻ 1999 ഏഷ്യാനിയൊന്നും ഇല്ല. അപ്പച്ചോടെ ഒന്നും ചിരിച്ചുകൊണ്ടിരിക്കുക സലീം. കാരണം എപ്പോഴും നമ്മൾ ഏഷ്യാനെറ്റ് ആ പ്രോഗ്രാം കാണുമായിരുന്നു. അതായത് ഏതോ വിംബിൾട്ടൺ ടെന്നീസിലെ കൊണ്ട് ഈ അവിടുത്തെ വനിതാ താരങ്ങൾ കളിക്കുന്നത്, എനിക്ക് തോന്നുന്നു സ്റ്റെഫി ഗ്രാഫ് അവരെയൊക്കെ അവർ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു കോമഡിയാണ്. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അതൊക്കെ കണ്ടിട്ടുണ്ടാവോ എന്തോ. ധാരാളം പേര്. കാരണം അന്ന് അത് സലീം കുമാറിന്റെ ഒരു ഹിറ്റ് സംഭവമായിരുന്നു. ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയില്ല, വിശപ്പുണ്ട് എല്ലാം ഓക്കെ. പക്ഷെ എങ്കിൽ പോലും പൂരി, ചപ്പാത്തി. പിന്നെ നോർത്തിൽ നമ്മുടെ ഡൽഹി താമസിക്കുമ്പോൾ നമ്മുടെ ഖുറാനാഞ്ചിയുടെ വീട്ടിൽ നിന്ന് പലതരം പറാത്താസും അവർ ചപ്പാത്തി അങ്ങനെ തന്നെ അതിനകത്ത് അവരിതുപോലെ ആലു പൊറോട്ട സ്റ്റൈൽ ഐറ്റംസ് ഒക്കെ എത്ര നിസ്സാരമായിട്ട് ഉണ്ടാക്കും. എനിക്കതൊക്കെ ആക്കണമെങ്കിൽ ഒരു ദിവസത്തെ ജോലിയാണ്. ആലു, ഗോപി, ഇതിലെല്ലാം അവർ വളരെ നിസ്സാരമായിട്ടാണ് ഉണ്ടാക്കുന്നത്. മാവ് സെയിം തന്നെയാണല്ലോ, അതിനകത്തെ ഇൻഗ്രീഡിയൻസ് മാറ്റിയിട്ട് അവരങ്ങ് ഓരോന്നാക്കി തരും. എന്തൊരു രസമാണ്, ഒരു രക്ഷയില്ല. ഒന്നും വേണ്ട, തൈര് മാത്രം മതി അതിൻ്റെ കൂടെ. തൈരും പിക്കലും പരത്താൻ ദരി എന്ന് പറഞ്ഞേക്കും, അത്രയാണ്. പിന്നെ കുറച്ച് അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റേ ഗുജറാത്ത് ഫുഡ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് നല്ലത് തന്നെ കിട്ടണം.
നമ്മൾ അഹമ്മദാബാദിൽ പോയപ്പോൾ ആ ഇടയ്ക്ക് താമസ ഹോട്ടലിലൊക്കെ സൂപ്പറായിരുന്നു. കുറേ സാധനങ്ങളുണ്ട്, വെരി ഹെൽത്തി ഓൾസോ. ഇനി കുറച്ച് നേരം ഞാനൊന്ന് വീഡിയോ താഴെ വെച്ചിട്ട് പരത്തട്ടെ, ഇത്രയും കൂടെ പരത്താനുണ്ട്. എൻ്റെ പരത്തുന്ന ഒരു മാബിളിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു, അത് മിസ്സായി. ഇനി അത് തപ്പണം. അപ്പോൾ തൽക്കാലം ഞാൻ ഈ കട്ടിംഗ് ബോർഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പൂരി കിച്ചു കഴിക്കാൻ എടുത്തുകൊണ്ട് വന്നു. കിച്ചുവിൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷനാണ് ബുൾസായി പൂരി കറി, അച്ചാർ, പച്ചമുളകിൻ്റെ അച്ചാറോ, അത് കൂടിപ്പോയി. നിന്റെ പ്ലേറ്റിൽ ഇത്ര ഇട്ട് തന്നേക്കും. അതെനിക്ക് ഒരുപാടായിപ്പോ അതുകൊണ്ട് മുറിക്കാൻ നോക്കിയത്. ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ഒരു അച്ചാറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം പൊതുവെ അവിടെ ചെല്ലുമ്പോൾ ഈ കടുകെണ്ണയുടെ ഫ്ലേവർ പലർക്കും ഇഷ്ടപ്പെടാറില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എല്ലാ എണ്ണയും കട്ടി പിടിക്കും അവിടെ ചെല്ലുമ്പോൾ. നമ്മൾ വെളിച്ചെണ്ണയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വെള്ള കളറാകും. കടുകെണ്ണ കട്ട പിടിക്കത്തില്ലേ? അതെന്താ? ഈ ചൂട് കൂടിയ എണ്ണകളായിരിക്കും. അവര് പൊതുവെ പറയുന്ന വിൻ്ററിൽ, അതുകൊണ്ടാണ് അവർ പണ്ട് കാലത്ത് ഇപ്പോൾ ക്രീമും മറ്റേ നമ്മൾ പണ്ട് മടക്കിലോട്ട് പോകുമ്പം പൊതുവെ അവരുടെ സ്മെല്ല് തന്നെ വേറെയാണ്. മോശമായിട്ടല്ല, നല്ല അർത്ഥത്തിൽ പറയുന്നത്. അവർ കടുകെണ്ണയാണ് ദേഹത്ത് തേക്കുന്നത്. നമ്മളിപ്പോൾ ഈ ക്രീം തേക്കുന്നില്ലേ, തൊലിയൊക്കെ ഇളകിവരായിരിക്കും. അവരതാണ് കടുകെണ്ണ. അവർ ഇല്ലാതെ അവർക്ക് ലൈഫില്ലായിരുന്നു. അവരുടെ പ്രധാന വിഷയങ്ങളൊന്ന് കടുകെണ്ണ, പൊട്ടേറ്റോ, പിന്നെ ഉള്ളി. പൊട്ടേറ്റോ, ഉള്ളിയും കടുകും എല്ലാം ഉണ്ട്. വേഗം കഴിക്കും, ചൂട് പോകും. പക്ഷെ കുറേ നാളിന് ശേഷം പൂരി കിട്ടിയപ്പോൾ സന്തോഷമായോ? നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടുക. താങ്ക് യു. നമ്മുടെ ഇവിടെ എന്നും ദോശയാണ്. ദോശ, ഉപ്പുമാവ്, ഇഡ്ഡലി, ദോശ, ഉപ്പുമാവ്, അങ്ങനെയാണ്. വല്ലപ്പോഴും ഒരു പുട്ട്. കാരണം പൂരി പണ്ടും ആക്കുമ്പോൾ ഞാനാണ് ആക്കുന്നത്. ഞങ്ങൾ കല്യാണം കഴിച്ച ആ കാലം തൊട്ട് ഞാനായിരിക്കും എപ്പോഴും പൂരി ആക്കുന്നത്. അപ്പം ഞാൻ രാവിലെ ഒരു ധൃതി പിടിച്ച് കൺസൂനെ കോളേജിൽ കൊണ്ടുപോകണം, എനിക്ക് ജിമ്മിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ പൂരി ആക്കണമെങ്കിൽ ശരിക്കും ഒരു 1 hour കൂടുതൽ വേണം നമുക്ക്. അതിൻ്റെ ഫുൾ പ്രോസസ്സ് 1.5 മണിക്കൂർ ശരിക്കും എനിക്ക് വേണം. കാരണം നമ്മൾ ആ പൊട്ടേറ്റോ ബോയിൽ ചെയ്യുന്ന സമയം തൊട്ട് മാവ് കുഴയ്ക്കുന്നത് തൊട്ട്, അത് നമ്മുടെ വീട്ടിൽ ഒരു 10 പൂരി നിർത്താൻ പറ്റത്തില്ല. ഒരു 30-40 പൂരി ആക്കണം. സോ കുറേ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പം ഞാൻ വിചാരിക്കാം ദോശ, എനിക്ക് ദോശ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് മുങ്ങും. കിച്ചു മിക്ക ദിവസം ഒരു ഡയറ്റ് മൂഡിലായിരിക്കും. ഞാൻ ഇന്ന് തൊട്ട് ഒന്നും കഴിക്കില്ല എന്നൊക്കെ പറയാനായിരിക്കും മിക്കപ്പോഴും ഇരിക്കുന്നത്. എന്തായാലും കഴിക്കും. കഴിഞ്ഞ ജന്മം കൊതി വരാതെ തട്ടിപ്പോയ ഏതോ കുക്കുണ്ടായിരുന്നു, അല്ലെ കുശിനിക്കാരനായിരുന്നു. ഏതോ ഹോട്ടലിലോ കല്യാണ ടീമിലോ ഉണ്ടായിരുന്നു. ആഗ്രഹം തീരാതെ മരിച്ചു പോയാൽ അതുകൊണ്ടാണ് ഈ ജന്മത്തിൽ ബാക്കി അതിൻ്റെ കണ്ടിന്യൂഷൻ. നോൺ വെജ് ആക്കിയിട്ട് ഒരുപാട് നാളായില്ലേ? പാത്രങ്ങളോ? അപ്പച്ചിക്ക് ഉപ്പുമാവ് ആക്കാൻ വലിയ പാത്രം വേണോന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാ. പക്ഷെ അകത്ത് കയറി ഉപ്പുമാവ് ഉണ്ടാക്കാമല്ലോ. അല്ലെങ്കിൽ അപ്പച്ചിക്ക് അകത്ത് കയറിയിരുന്ന് ബോഡി ഷേമിംഗ് പറഞ്ഞു. പണ്ട് ഇതുപോലത്തെ വലിയ പാത്രത്തിലെ അമ്മ കുളിക്കുന്നത്. ഇതിന് വെള്ളം വെച്ച ഓമി ഇരുത്താം നമുക്ക് ഈ പാത്രത്തില്.
അത് ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ബീച്ചാണല്ലോ ഇവരൊക്കെ ഭയങ്കര ഓവറാന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ശരിയാണ്. അവൻ ദാ കഴിഞ്ഞ ദിവസമൊക്കെ അങ്ങോട്ട് സ്വയം കമരാൻ നോക്കുന്നു. അപ്പോൾ ആരൊക്കെ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങൾ 6-ാം മാസം എഴുതി നടക്കുന്നു. ഒരു സ്ത്രീ എഴുതിയിട്ടുണ്ടായിരുന്നു പാല് കൊടുത്ത 5-ാമത്തെ മിനിറ്റിൽ വിരൽ കടിയും മറ്റത് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു 5 മാസമായി പാല് കൊടുത്തിട്ടുണ്ട്. ആ രീതിയിൽ ഭയങ്കര ഡ്രാമയാണ് ഇപ്പോഴത്തെ പുതിയ പിള്ളേർ, പുതിയ ജനറേഷൻ ബീച്ചാർ, സൂപ്പർ ഡ്രാമ. എന്നാലും അന്നായതുപോലെ ആയില്ല. സംവാദ് എന്ന് പറഞ്ഞൊരു ചായ, കടക് ചായ, നല്ല കടുപ്പത്തിന് സംവാദ് ചായ. മഞ്ഞത്തുണ്ട്, മുളകത്തുണ്ട്. പൂണ്ടല്ല അപ്പച്ചി, പൂണ്ടെന്ന് വെച്ചാ ഇതല്ലേ, വെളുത്തുള്ളി അല്ലേ? വെളുത്തുള്ളി. ആ അതെന്ത് പറ്റി വെച്ചു? ഇതിനെന്ത് പറ്റി? ഇതിന് വട്ടായോ? താനെ ഓഫായി. ഓജി പറയുന്ന ആ കുക്കിംഗ് ആൾക്കാരൊക്കെ ഏതോ US-ലൊക്കെ പോയി. ഞാൻ കൊള്ളാം അല്ലേ? അടിപൊളി, ഒരു രക്ഷയില്ലവര്. അവിടെ പോയി ഏതോ ഒരു അവിടുത്തെ US തമിഴ് സിറ്റിസൺ അവിടെ ധരിച്ചിരിക്കുന്ന ആള് ഇറക്കുന്നത്. എൻ്റെ വീട്ടില് ഹ്യൂജ് ഗാർഡനൊക്കെ ഉണ്ട്. അവിടെ ഇരുന്നൊരു പൊളിച്ചടുക്കുന്നു. ഞാൻ കണ്ടില്ല, കാണണം. നൈസ്, നല്ലതല്ലേ? ചിക്കൻ ഇടട്ടെ? ഒരു ഇന്ത്യൻ ഭക്ഷണ രീതിയൊക്കെ വിദേശത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗി. ചിക്കൻ ഇടാവോ? കുറച്ചുകൂടെ കഴിക്കണം. കുറച്ചുകൂടെ മൂക്കണോ? ചിക്കൻ ഇടട്ടെ? നല്ല പിച്ച് വേണമെങ്കിൽ എടുത്തിട്ടോ. മറ്റേ എനിക്ക് വെയിറ്റ് ആയിരുന്നു. നീ ഇപ്പൊ ചിക്കൻ എടുത്ത് ഇട്ടില്ലേ, ഒരു കൈ വെച്ച് ഇങ്ങനെ എടുത്തത്, ഇതിന്റെ കുഴപ്പമില്ല. സൗണ്ട് കേൾക്കുന്നുണ്ടോ? അതിന്റെ സൗണ്ട് കുറച്ച് ഇറിറ്റേറ്റിംഗ് അല്ലേ? വേണ്ട, അതിന്റെ സ്വിച്ച് അല്ല, അവിടുത്തെ സെക്കൻഡ് സ്വിച്ച് കുറച്ച് നേരത്തേക്ക് ഓഫ് ആക്കിയാൽ മതി. അവിടുത്തെ താഴെ ഓഫായോ? അത് കൊള്ള. എന്താ പറയുക, ചിക്കൻ എടുത്ത് ഇട്ടത് ഇങ്ങനെ കുറച്ച് വെയിറ്റ് ഉള്ള സാധനം കൊണ്ട് ഇടുന്നതിന് കുഴപ്പമില്ല. പലർക്കും ഇപ്പൊ ടെന്നീസ് എൽബോ എന്നൊരു ഇഷ്യൂ വരുന്നത് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ കാറിലൊക്കെ ഇപ്പോൾ പ്രസ് ബട്ടൺ ഉണ്ടെങ്കിൽ പലർക്കും കാറിൽ ഇങ്ങനെ വൈൻഡ് ചെയ്താണ് ഗ്ലാസ് പൊക്കുന്നത്. പലരും തിരിഞ്ഞിരുന്നൊക്കെ പൊക്കും, അതിൽ കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല വാമപ്പ്, കൈയെല്ലാം നല്ലപോലെ വാമപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് എടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇട്ടക്കക്കുന്ന ടെൻഡൻ്റെ ഒരു ടയർ കിട്ടും. പിന്നെ 2 മാസത്തേക്ക് ജീവിതം സുഖമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ പലർക്കും ഇപ്പോൾ വരുന്നുണ്ട് സ്ത്രീകൾക്ക് ടെന്നീസ് എൽബോ. നമ്മൾ ആദ്യം വാമപ്പ് ചെയ്യുന്നത്. അതെ, അതിൽ ഒരാൾ എനിക്ക് പറഞ്ഞത് ഏറ്റവും നല്ലത് നമുക്ക് ടെന്നീസൊക്കെ വരാതിരിക്കാൻ കൈ കൊണ്ട് ഇതിൻ്റെ 8 വരയ്ക്കുക. ഇതാ ഇങ്ങനെ 8 വരയ്ക്കുന്നില്ലേ, അതാ കൈ കൊണ്ട് 8. ഈ മൂവ്മെൻറ്റ് ഇവിടെ എപ്പോഴും അവിടെ എന്ത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യൂ, ഏജായി വരുമ്പോൾ. കാരണം ഇപ്പോൾ നമ്മൾ കൂടുതലും പോകുന്ന സ്ഥലങ്ങളിലൊക്കെ AC ഉണ്ട്. അപ്പോൾ ബോഡി കുറച്ച് തണുപ്പിലാണ് പോകുന്നത്, മനസ്സിലായില്ല? അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജോയിൻസിനെ ഒന്ന് വാമപ്പ് ചെയ്തിട്ട് വാട്ട് എവർ യു വിഷ് ടു യു ക്യാൻ ഡു. അതൊന്ന് ഓട്ടോമാറ്റിക്കലി ഓൺ ചെയ്യും. വിചാരിച്ചു ഇങ്ങനെയാണ് ഖുൽജാ സിൻ സിൻ. ഗുഡ് മോർണിംഗ്.
അപ്പോൾ അത് നമ്മുടെ വീട്ടിലെ ഒരു മോർണിംഗ് സൺഡേ റുട്ടീനാണ് നിങ്ങൾ കണ്ടത്. യൂഷ്വലി ഉള്ള റുട്ടീനല്ല, വൺസ് ഇൻ എ ബ്ലൂ മൂഡ്. നമ്മുടെ ബോഗൻവില്ല നോക്ക്, നയനയുടെ കടയിലത് ക്ലോസ് നന്നായിട്ട് നിൽക്കുന്നു കേട്ടോ. ആദ്യമായിട്ടതിൽ ഇത്രയും പൂ വന്നത്. ഓക്കെ, കൂടെ വാങ്ങിച്ച ചെടിക്ക് എന്തോ പറ്റി, ആക്ച്വലി ഒന്ന് ട്രിം ചെയ്യണം. ഇത് നന്നായി, വലിയ കെയർ ഒന്നും ആരും കൊടുത്തില്ല. ആരും ഇങ്ങനെ ആക്ച്വലി മൈൻഡ് ചെയ്യാതെ ഇട്ടേക്കുമായിരുന്നു. അയ്യോ, ഞാൻ കളയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചേർക്കാതെ ഇതിൻ്റെ ഒരു പീസായിരുന്നു. സോറി, തിരിച്ച് കുത്തി വെക്കട്ടെ, ഭാഗ്യമുണ്ടെങ്കിൽ പൊടിക്കും. പക്ഷെ ഇങ്ങനെ എനിക്ക് എന്താ പറ്റിയ ചേ കല. ഞങ്ങളുടെ വീട്ടിൽ ഇവിടെ ഞങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ഒരു മുല്ലയുടെ ചെടിയുണ്ട്. ഇപ്പോൾ 1-2 ചെടി ബാലൻസ് ഉണ്ട്. അതിലിങ്ങനെ എതിളുള്ള മുല്ലയാവുന്നത്, അതിൻ്റെ മണം ഭയങ്കര രസമാണ്. ഇത് ഞാൻ ഇടയ്ക്കെപ്പോഴും കടയിൽ നിന്ന് വെച്ചു. ഇന്ന് രാവിലെ ഫുഡ് ഉണ്ടാക്കി കയറിയോണ്ട് ഞാൻ കുളിച്ചൊന്നുമില്ല. ഇനി വേഗം പോയൊന്ന് കുളിക്കട്ടെ. എത്നിക് വീവിൽ ഞാൻ ഈ അവസാനം എപ്പോഴും തച്ചൊരു നൈറ്റ് ഡ്രസ്സാണ്. കൊള്ളാവോ? ധാരാളം പേര് ചോദിക്കാറുണ്ട് എൻ്റെ നൈറ്റ് ഡ്രസ്സുകൾ എവിടുന്നാ. എത്നിക് വീവിൽ നിന്നാണ്. ഇതെല്ലാം എത്നിക് വീവിലാണ്. ഞാൻ പക്ഷേ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല മെറ്റീരിയൽസ് ഇങ്ങനെ കണ്ടാലും ഞാൻ വാങ്ങും. ഞാൻ ഈ ഭാഗം ഈ മഞ്ഞ കളറ് 3 മീറ്റർ വാങ്ങിക്കും. ഈ യോക്ക് വയ്ക്കാനുള്ളത് 1/2 മീറ്റർ വാങ്ങിക്കും. അപ്പോൾ അത് അത്യാവശ്യമാണ്. ചില സമയത്തൊക്കെ എനിക്ക് എത്നിക് വീവ്സിൽ അവിടെ സ്റ്റിച്ച് ചെയ്യണ അഷ്റഫ് വളരെ ബ്യൂട്ടിഫൈ ചെയ്ത് തരാറുണ്ട് നൈറ്റ് ഡ്രസ്. ലൈക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ, ഇവിടെ കുറച്ച് ബട്ടൺസ്, ഈ കൈയുടെ ഇവിടെ ഒരു എക്സ്ട്രാ 2 ഡബിൾ കളർ ബോർഡർ, അങ്ങനെയൊക്കെ. ചില സമയത്ത് വളരെ സിമ്പിളായിപ്പോവും. ഇത് വളരെ സിമ്പിളായിപ്പോയി. നല്ല അടിപൊളിയായിട്ടൊക്കെ ചെയ്ത് തരാൻ ഐ ബി വെരി ഹാപ്പി. എനിക്ക് കുറച്ച് നൈറ്റ് ഡ്രസ്സസ് ഉണ്ട്, ലൈക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നന്നായിട്ടൊരു സെൽവാറിൻ്റെ അതേ ഒരു ഫീലിൽ നന്നായിട്ടൊക്കെ ചെയ്തു തരും. ദിസ് ഈസ് ലൈക്ക് ഓക്കെ, ഭയങ്കര കംഫർട്ടബിളാണ് ഈ മെറ്റീരിയലിലെ നൈറ്റ് ഡ്രസ്സ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലത്തെ മെറ്റീരിയൽസിനൊക്കെ തീരെ വിലയില്ല. ആൻഡ് നമ്മളൊരു നല്ല ഭംഗിയുള്ള റെഡിമെയ്ഡ് നൈറ്റ് ഡ്രസ്സ് ഒരു കടയിൽ പോയി വാങ്ങുന്നതിനേക്കാൾ ഇത് കുറച്ചുകൂടെ എന്തായാലും ചീപ്പറായിരിക്കും. ആൻഡ് ഹൈറ്റൊക്കെ കുറഞ്ഞ എന്നെപ്പോലെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ എപ്പോൾ റെഡിമെയ്ഡ് നൈറ്റ് ഡ്രസ്സ് വാങ്ങിച്ചാലും നമുക്കത് ഷോർട്ട് ആക്കണം, കട്ട് ചെയ്യേണ്ട എപ്പോഴും. നിങ്ങൾ അത് ഒരുവിധം ഒരു 5 ഇഞ്ചെങ്കിലും മിനിമം ഹൈറ്റുള്ള ഒരാൾക്ക് വേണ്ടി ആയിരിക്കും മിക്ക റെഡിമെയ്ഡ് നൈറ്റ് ഡ്രസ്സുകളും ഉണ്ടാക്കുന്നത്. ഈവൻ കൈയൊക്കെ എന്തായാലും നമുക്ക് വലുതായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോൾ നല്ല റെഡിമെയ്ഡ് നൈറ്റ് ഡ്രസ്സ് വാങ്ങിച്ചാലും അത് പിന്നും കടയിൽ കൊണ്ടുപോയി ചെറുതാക്കണം, ഷേപ്പ് ചെയ്യേണ്ടിയൊക്കെ വരും. പക്ഷെ നമ്മൾ നമ്മുടെ അളവിന് തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് നല്ലതല്ലേ. അങ്ങനെയാണ് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോടിയേരി അവിടുത്തെ വിനോദിനി ചേച്ചിയാണ് ഇങ്ങനത്തെ നൈറ്റ് ഡ്രസ്സ് ആദ്യം ഇട്ട് ഞാൻ കണ്ടത്. പക്ഷെ അത് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് നല്ല ഇതുപോലെ ഈ കസവൊക്കെ വെച്ചിട്ട്. അപ്പം ഞാൻ ചേച്ചി നല്ല നൈറ്റ് ഡ്രസ്സ് ചേച്ചി എവിടെ നിന്നാണ് ചോദിച്ചപ്പോഴാണ് എത്നിക് വ്യൂസ്. അപ്പം ഞാൻ അന്നും എത്നിക് വ്യൂസ് സ്ഥിരം പോകുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ തലയിൽ അതുവരെ കത്തിയിട്ടില്ലായിരുന്നു എത്നിക് വ്യൂസ് ഇങ്ങനെ മെറ്റീരിയൽ എടുക്കുന്ന തയ്ക്കാന്ന്. പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഞാനിങ്ങനെ പതുക്കെ 2 എണ്ണം തച്ചു, കൊള്ളായിരുന്നു. പിന്നെ കുറേ തച്ച് ഞാനിപ്പോൾ റെഡിമെയ്ഡ് നൈറ്റ് ഡ്രസ്സ് തീരെ ഇടാറില്ല. ബൈ ചാൻസ് ഇപ്പം ഞാൻ നല്ല ദുബായിലൊക്കെ എപ്പോഴേ പോയപ്പോഴത്തേക്ക് അവിടെ മറ്റേ ഒരു പരിപാടി നടക്കുമല്ലോ, എന്താണ് ഗ്ലോബൽ വില്ലേജിൽ പോകുമ്പോൾ ആ ചൈന പാവലിയനിൽ കയറുമ്പോൾ അവിടെ കുറച്ച് നല്ല സോഫ്റ്റ് കോട്ടണിൽ ഫ്യൂ കിട്ടും. അത് ഞാൻ ഇടയ്ക്കൊന്ന് വാങ്ങിയിരുന്നു, അത്രയൊക്കെ തന്നെ. പിന്നെ ലോങ് ബാക്ക് കുട്ടികളൊക്കെ ബോംബെയിൽ ലോങ് ബാക്ക് കോവിഡിൻ്റെയൊക്കെ മുമ്പ് ഇപ്പോൾ ഒരു കാഫ്താൻ മോഡലിൽ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പല ഷൂട്ട്സിനുമൊക്കെ ഇടും ഞാൻ. കാരണം എൻ്റെ ഈ സ്റ്റിച്ച് നൈറ്റീസ് ലൈക്ക് വെരി ലൗഡ് കളേഴ്സാണ്, ബ്രൈറ്റ് കളേഴ്സാണ്. അപ്പം മറ്റൊരു സോബർ കളറാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അറിയും. ഞങ്ങളുടെ ഗാർഡൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബാൽക്കണിയിലെ ഗാർഡൻ ഇസ് ലൈക്ക് ലുക്കിംഗ് പാത്തറ്റിക്. ആ സങ്കടം മാറ്റാനാണ്. അവിടെ ബോഗൺവില്ലയും ഇച്ചിരി പൂക്കൾ വന്നു, ആന്തൂറിയത്തിലും പൂവുണ്ട്. ഇത് ഞങ്ങളുടെ ഇവിടെ ഇടയ്ക്ക് വരുന്ന കുമാരിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആന്തൂറിയമാണ്. ഞാൻ എന്ന് രാവിലെ ഈ ചെടികളുടെ ഒരു പ്രത്യേകത അതാണ്. മേ ബി ലുക്ക് അറ്റ് പ്ലാന്റ്സ്, വി ജസ്റ്റ് കീപ് തിങ്കിങ് ഓഫ് ആ പ്ലാന്റ് ഇവിടെ ആര് വഴിയാണോ ഇവിടെ വന്നത്, നമ്മൾ അവരെ കുറിച്ച് ഓർക്കും. വി ഓൾവേസ് തിങ്ക് ആ ചെടികൾക്ക് അങ്ങനത്തെ ഒരു കണക്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു ചെടി നട്ടേക്കുന്നത് അല്ലെങ്കിൽ ഒരു മരം എന്തെങ്കിലും നമ്മളിപ്പോൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ ആരുടെയെങ്കിലും വീട്ടിൽ നിന്നോ മറ്റോ കൊണ്ടുവന്നാണ് നടുന്നതെങ്കിൽ ആ ചെടിയിലോട്ട് നോക്കുമ്പോൾ എപ്പോഴും നമുക്ക് അവരെ ഓർമ്മ വരും. ദാറ്റ്സ് എ നൈസ് ഫീലിംഗ്. ഞാൻ എന്ന് ബോഗൺവില്ല നോക്കിയാലും എപ്പോഴും ഞാൻ അതിനെ ഓർക്കും. സോ ഇപ്പോൾ ഹൻസു സ്കൂൾ വിട്ടിട്ട് ഇത് 3ാമത്തെ വർഷമാണ്. അപ്പോൾ നയനയായിട്ട് നമ്മൾ ഡെയിലി കാണാതെ ഇരുന്നിട്ട് ഓൾമോസ്റ്റ് 3 ഇയേഴ്സായി. വല്ലപ്പോഴും കാണുന്നത്. പക്ഷേ എന്നാലും ഞാൻ എന്നും ഇങ്ങോട്ട് വന്ന് ബാൽക്കണി വന്നാൽ ലുക്ക് അറ്റ് ദ ചെടി, ഐ എം തിങ്കിങ് ഓഫ് നയന.
ഞാൻ എന്നും ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ഇവിടെ വരുമ്പോൾ ഞാൻ ബോഗൺവില്ല നോക്കുമ്പോൾ ബോഗൺവില്ല ലാന്തൂര്യം നോക്കുമ്പോൾ ഞാൻ എപ്പോഴും കുമാരി ഓർക്കും. അവിടെ കുമാരി വലിയ കാര്യമായിട്ട് നീ കൊണ്ടുവന്ന ചെടിയാണ്. എന്നോട് പറഞ്ഞു, ചേച്ചി എൻ്റെ വീട്ടിലൊരു ചെടിയുണ്ട്, പുള്ളിക്കാരിക്ക് എൻ്റെ പേരറിയത്തില്ല, നല്ല ചുമന്ന പൂവാണ് ചേച്ചി, ഞാൻ ഒരെണ്ണം കൊണ്ടുവരട്ടെ. അപ്പം ഞാൻ ചോദിച്ചു, ചുമന്ന പൂവിൽ ഏത് ചെടി? അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് ഒത്തിരി ഇങ്ങനെ ഉണ്ടാവും, ഒന്ന് നട്ടാൽ മതി, കുറേ വരും എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറഞ്ഞു, ശരി ശരി. അങ്ങനെ പിന്നെ എപ്പോഴും ഒരിക്കൽ കുമാരിയുടെ മോളുടെ പേര് തത്ത. അപ്പോൾ തത്തയുടെ കൂടെ 2 വീലറിൽ വന്നപ്പോൾ ഒരു ദിവസം എടുത്തിട്ട് വന്നു. അപ്പോൾ ഇവർ ആന്തൂര്യമായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ അന്ന് തൊട്ട് അത് ഇവിടെ ഇരിക്കുക. ഞാനതിന് അത്രയ്ക്ക് കെയർ കൊടുക്കുന്നില്ല. ബിക്കോസ് എനിക്ക് ആന്തൂര്യത്തിൻ്റെ കെയറിനെ കുറിച്ചൊന്നും വലിയ ബോധമില്ല. പ്ലസ് ഞാൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിയിട്ട് വരുന്നതുകൊണ്ട് ഐ ഹാർഡ്ലി ഗെറ്റ് ടൈം ചെയ്യുന്നു. എന്നാലും പിന്നെ ലുക്കത്തെ ചെടിയെ തിങ്ക് ഓഫ് കുമാരി. അയ്യോ, കുമാരിയെ വിളിച്ചിട്ട് കുറച്ച് ദിവസം ആയല്ലോ. അപ്പോൾ ഇന്ന് എനിക്കിതൊരു റീസൺ ആയിരിക്കും കുമാരിയെ വിളിച്ചു. കുമാരി എന്തുണ്ട് വിശേഷം കുമാരി, ഇത് ചോദിക്കാനുള്ള ഒരു റീസണാണ് ഈ ലുക്കത്തെ ചെടി ചെയ്യണം. അതുപോലെ ഓരോ ചെടിക്കും ഓരോ കഥകളുണ്ട്. ഓസി ഇന്നലെ ഷൂട്ടൊക്കെ ചെയ്തിട്ട് വെച്ചേക്കും അവളുടെ പ്രോഡക്ട്സ്. ഞാൻ രാത്രി കണ്ടെങ്കിൽ ഞാൻ അടുത്ത് അകത്ത് വെച്ചില്ല. രാത്രി വരെ കള്ളന്മാർ വന്ന് എടുത്തിട്ട് പോയെങ്കിലോ. അപ്പോൾ ഇനി ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വരട്ടെ. ഓക്കെ, ബൈ ബൈ പൊന്നു, ബൈ പൊന്നു. എന്താണ് കാണിക്കുന്നത്? ആരാ കാണിക്കുന്നത്? ടാറ്റ, ഹാവ് എ ഗുഡ് ടൈം വിത്ത് യുവർ ഗ്രാൻഡ് ഫാദർ. ബൈ ബൈ. പാരൻസിൻ്റെ വീട്ടിൽ പോയി. അയ്യോ, ഇത് അനങ്ങുന്നില്ല. അത് കുറച്ചൊന്ന് അവർക്ക് ഹെയർ കളർ ചെയ്ത് കൊടുക്കാനും ഐബ്രോ ചെയ്ത് കൊടുക്കാനും ഒക്കെ ആയിട്ടാണ് പോയത്. ഞാൻ പറയും ബ്യൂട്ടി പാർലറിലോട്ട് വിടാം. അപ്പോൾ അയ്യോ വയ്യാന്ന് പറയും. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വന്നു. ഇവിടെ ആരൊക്കെ ഉറക്കം എണീറ്റു എന്ന് അറിഞ്ഞു. അയാൾ പോകുന്നതിന് മുമ്പ് ഓസി, അശ്വിൻ, ബേബി അവരെല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നു. ഹൻസു എണീറ്റു. ഹൻസുവിനാണ് എക്സാം. ഹൻസു എണീറ്റു. ബാക്കിൽ പണിക്ക് ആൾ വന്നോ? വന്നില്ലല്ലേ? ഓ, ഞങ്ങൾക്ക് ബാക്കിൽ നിന്നൊരു പണിയുണ്ടായിരുന്നു, പണിക്കാരെത്തിയില്ല. ഇനി ഞാൻ ഡൈ ഇട്ടപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഡൈ ആയി. ഞാൻ അത് പോയി കഴുകണം. ഞാൻ അവിടെ വെച്ച് കണ്ടില്ല. ഓൾഡ് ഏജ് പ്രോബ്ലംസ് ആണ് ഇതൊക്കെ. ഞാൻ ശ്രദ്ധിച്ച് കാറി കഴിയുമ്പോൾ അയ്യോ എൻ്റെ കയ്യിൽ ഡൈ ആയി, ഇനി കഴുകിയാൽ പോകുമോ എന്തോ. ഇനി പോയി കഴുകി നോക്കട്ടെ. കുറേ പോയി. ചക്കര ഉറങ്ങുക. ഞാൻ അവന് കാവലിരിക്കുക. ഇറങ്ങണ്ടേ? നീയാണ് എൻ്റെ കൂടെ വരണേ? പിന്നെ ഓ, ഐ ഡിഡ്ന്റ് നോ യു ആർ കമ്മിങ് വിത്ത് മീ. എൻ്റെ ബേബിക്ക് നോക്ക്, കണ്ണാസ് കടലാസ് ഉടുപ്പാണല്ലോ ഇട്ട് കൊടുത്തേ. ലൂസ് ഉടുപ്പ് ഇട്ട് കൊടുത്ത എൻ്റെ പൊന്നിന്. മാവിക്ക് ലൂസ് ഉടുപ്പാണോ? സൗണ്ട് പോയിരിക്കുക. ഐ വാസ് ഡബ്ബിങ്. ബേബി ബേബി ചക്കരേ, ചക്കര ഭാവിയാണോ? പൊന്നിന കുഞ്ഞാണോ? കുട്ടിയാണോ? ഹാപ്പിയാണ്. ഓബൈ ഓസിയിലെ ഏറ്റവും ഹിറ്റ് ആയിരിക്കുന്ന ഒരു ജ്വല്ലറി ആണ് ഇതെന്നാണ് ഇപ്പോൾ ഓസി പറയുന്നത്. ഓസി, ഈ മാലയുടെ പേരെന്തുവാടാ? ലേറ്റസ്റ്റ് ന്യൂ കളക്ഷൻ. അഷ്ടമി അഷ്ടമി ചെയിൻസ്. അഷ്ടമി ചെയിൻസ്. ഇത് വെങ്കടേശ്വര ജുംകാസ്. ഇത് നമുക്ക് ഓൾറെഡി ഉള്ള ഒരു പാലക്ക മോഡലിൻ്റെ തന്നെ. ഗ്രീൻ ഓൾറെഡി ഉണ്ട്. ഇത് അതിൻ്റെ റെഡ് ഇപ്പോൾ ലോഞ്ച് ചെയ്തു. മഴ. എന്ത് ചെയ്യുവാ? ചുമ്മാ സൺഡേ വർക്ക് ഉണ്ടോ? ഇല്ല, ഉണ്ട്. എല്ലാ നാളേക്ക് നമുക്ക് വർക്കുണ്ട്. എല്ലാ ദിവസവും വർക്കുണ്ട്. ഇന്ന് ലീവ് എടുക്കാൻ പറ്റത്തില്ലേ? നമ്മൾ ഒരിക്കലും ലീവ് എടുത്തോളൂ സിന്ധു. ഈ ഉടുപ്പ് എവിടുന്നാ? ഇതാ
ഇത് രജനീകാന്തോ? ഓ അതെനിക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പൊ ഞാനത് ശ്രദ്ധിച്ചില്ല. ഓ ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വേറെ എന്തോ പ്രിന്റാന്ന് വിചാരിച്ചു. தலைவன் தான் இங்க கிங். அப்படியா? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് കാണാം. ഇന്നെന്താ പരിപാടി സൺഡേ ആയിട്ട്? എന്റെ പരിപാടി നിങ്ങൾ പൊളിച്ചു. കുളിച്ചിട്ടാ? പൊളിച്ചു. കുളിച്ചു കുളിച്ചില്ല, പൊളിച്ചു. പൊളിച്ചു. ഞാൻ വെളിയിൽ പോകണമായിരുന്നു, നിങ്ങളുടെ ഡ്രൈവറെ യൂസ് ചെയ്യണമായിരുന്നു. പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ പ്ലാൻ ബിഫോർ ടൈം ആയി. ശരിയാ, നമ്മൾക്ക് പുതിയ ഒരു സംരംഭം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതാണ് അതിന്റെ ഒരു പുറകെ. ബാക്കി സാധനം ഇത്ര റെഡിയാക്കാം. പൊന്ന് വെളിയിൽ പോവാണോ? ഇങ്ങനെ എടുക്കുന്നത് കറക്റ്റ് ആണെന്ന് കമന്റ്സിൽ പറയൂ. ആ ഇവിടെ പിടിച്ചാൽ മതി, കഴുത്ത് മാത്രം പിടിച്ചാൽ മതി. യെസ്. That was a cute smile, baby. That was a cute smile. പ്രാശ അവൻ തന്നെ കൈതാക്കിയല്ലേ. മഴയത്ത് കറങ്ങാൻ പോവാണോ? ടാറ്റ പോവാണോ ബേബി? ടാറ്റ പോവാണോ? ടാറ്റാ. Say bye. ബൈ പറഞ്ഞേ. ബൈ. ആ ബൈ 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 പറഞ്ഞേ. ബൈ. നമസ്തേ പറ. നമസ്തേ. നമസ്തേ പറഞ്ഞേ ബേബി. പാവം പാവം ചക്കര, പാവം ചക്കര, പാവം ചക്കര. ഷൂട്ട് ടൈം. ഇഷാനിക്ക് വേണ്ടി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഇന്നത്തെ പണി. വൈകുന്നേരം ഇവിടെ ഒരാൾ കിച്ചണിൽ വന്ന് അച്ചാറിട്ടു. മുകളിൽ കാണുന്നത് ഉപ്പാണ്. ഉപ്പ് 4 താഴോട്ട് പോകും. ഉപ്പ്, നാരങ്ങ, നാരങ്ങ, മുളക്, പലതരം മുളകുണ്ട്. പലതരം ചുവപ്പുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കാന്താരി. കാന്താരി ഇട്ടോ? കാന്താരി ഇല്ല, കടയിൽ കണ്ടിട്ടില്ല. ജനലിരിക്കുന്നു. എവിടെ ഇരിക്കുന്നു? നമ്മുടെ ജനലിൽ കുറച്ച് കാന്താരി. നാളെ ഇടാം. അപ്പൊ ഇന്ന് ആകെ ഒരു കുക്കിംഗ് മൂഡിലായിരുന്നു. നല്ല സമയമുണ്ട്. ഏറ്റവും നല്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു സാധനം വെച്ചാൽ കുക്കിംഗ് ആണല്ലോ. കാരണം അത് നന്നായി വന്നാൽ കഴിക്കാം. ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതാണെന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ ആ ഒരു ക്ലെൻലിനെസ്സും എല്ലാം സുഖമുണ്ട്. അത് ബോറായി പോയാൽ പോലെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. ഇന്നത്തെ ചിക്കൻ കറി സൂപ്പറാണെന്ന് എല്ലാവരും പറയും. ഞാൻ കഴിച്ചു നോക്കി. കാരണം ഇറ്റ് കെയിം ഔട്ട് വെരി വെൽ. താങ്ക് യു. കിച്ചുവാണ് ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും അങ്ങനെ ഇതൊരു കൂട്ടായ സംഭവമാണല്ലോ. എല്ലാവരും കഴിച്ചപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷേ സൈസ് ലൈക്ക് എരി കുറവായിരുന്നു, കറക്റ്റ് ആയിരുന്നു. സോ കുറെ കഴിക്കാൻ പറ്റുന്ന നല്ല ജ്യൂസ് ഉണ്ടായിരുന്നു അതിൽ. നല്ല കോഴിയായിരുന്നു. പലപ്പോഴും നമ്മൾ ചിക്കൻ വെക്കുമ്പോഴും കോഴി ഷുഡ് ബി നൈസ്. നല്ല കോഴി എന്നൊക്കെ പറയുമ്പോൾ എന്നെ നോക്കിയിട്ട് നല്ല കോഴിയാണെന്നൊന്നും പറയാറ്. ഇപ്പത്തെ കാലം അങ്ങനെയാണ്. കോഴിക്കറിയിലെ ആ കോഴി ഓക്കെ ഓക്കെ കൂടുതലൊന്നും പറയുന്നില്ല. അങ്ങനെ ഇന്നൊരു കുക്കറി സ്പെഷ്യൽ ആയിരുന്നു. കുപ്പി ഇവിടെ കിച്ചു, ഈ കുപ്പി ഞാൻ ഇതിനകത്ത് വെച്ചിരുന്ന കുപ്പി. അതാണ് നിന്നെ വിളിക്കാത്തത്. എന്തെടുത്താലും അത് ഞാൻ അതിനു വേണ്ടി വെച്ചിരിക്കണം. ഇതിനെ കുറച്ചു കാലം ജീവിച്ചിരിക്കുമ്പോൾ ഈ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന എല്ലാം ഉപയോഗിച്ചോണം. ഉപയോഗം ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് തരിക. എനിക്ക് പലർക്കും കൊണ്ട് കൊടുക്കാനുണ്ട്, പല സ്ഥലത്തായിട്ട്. എവറിത്തിങ്. ഈ അച്ചാർ നമുക്ക് വേണ്ടി ആർക്കെങ്കിലും കൊടുക്കാനാണ്. ഞാൻ ഇവിടെ ഉണ്ടാക്കി വെക്കും. ഞാനിവിടെ എന്ത് സാധനം എടുത്താലും ഞാൻ ഓഫീസിലെടുത്തു പോകും. കാരണം അവിടെ ഞങ്ങൾ 5-6 പേരുണ്ട്. അപ്പോൾ കുറേ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകും. ഇറ്റ്സ് എ നൈസ് ഫീൽ. അവിടെ നിൽക്കുന്ന എല്ലാ യങ്സ്റ്റേഴ്സാണ്, എന്നെപ്പോലെയല്ല. സോ അവർക്ക് കൂടുതൽ കഴിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ദേ ആർ മച്ച് മോർ ഹെൽത്തിയർ നമ്മളെക്കാൾ. അപ്പോൾ എല്ലായിടത്തും കൂടെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മൾ വന്ന് നിറച്ച് ജോലി ഇടത്തില്ലേ വരുന്നത്. ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാം, ഒരു സുഖം. ഞാൻ വരുന്ന മറ്റേ അച്ഛൻ്റെ അമ്മയുടെ മരിച്ചിരി പപ്പടം എടുത്തുകൊണ്ടുപോയി വറുത്ത് വെച്ചത് മാത്രമേ കണ്ടുള്ളൂ. തീർന്നുപോയി. നമുക്ക് ചെറുപ്പമായിരുന്നപ്പോൾ ഇത്രയും ഭക്ഷണം കിട്ടിയിട്ടില്ല. സോ വെൻ യങ്സ്റ്റേഴ്സ് ആർ അറൗണ്ട്, അവർക്ക് പരമാവധി ഇത് കൊടുത്തു കഴിഞ്ഞാൽ വി ഫീൽ നമുക്കത് കഴിക്കാൻ പറ്റാത്ത കേവന്മാരെ തീറ്റിച്ച് നമുക്ക് സമാധാനം കണ്ടെത്താം. ഇത് രാവിലെ വീഡിയോയിൽ കിച്ചു ഒരു ലുക്ക്, വൈകുന്നേരം ആയപ്പോൾ മറ്റൊരു ലുക്ക്. മുടി വെട്ടാൻ പോയി കുറച്ച് കൂടുതലായി പോയില്ലേ? കൂടുതൽ വെച്ചാൽ എപ്പോഴും ഞാൻ ഉറങ്ങിപ്പോകുന്നു അവിടെ ചെല്ലുമ്പോൾ. പക്ഷെ നല്ല ആളാണ്. ഞാൻ മുടി തലയിൽ തൊട്ടാൽ എനിക്ക് ഉറക്കം വരും. അമ്മ ഇതുപോലെ ആയിരുന്നു. അമ്മ ഞങ്ങളിത്രയും നര നുള്ളിത്തരാൻ പറയും.
അമ്മയുടെ തലയിൽ തൊട്ടാൽ മതി, അമ്മയുടെ തുടങ്ങും. നമുക്കാണ് ഇഷ്ട വിനോദമായിരുന്നു അമ്മയുടെ നര ഇളക്കുന്നത്. എന്തൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത്. നമ്മളാണ് ഇന്ന് മുടി ഒന്നും ഇളക്കത്തില്ല, ഡൈ ഒക്കെ അടിച്ച് കളർ ചെയ്ത്. അന്ന് അവരൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കിച്ചൻ അമ്മയൊന്നും ഹെയർ കളർ ചെയ്തിട്ടില്ലല്ലേ? ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അന്നൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അയ്യോ, അതൊക്കെ അമ്മ മുണ്ടുന്നേരിയതല്ലാതെ അമ്മയ്ക്കൊരു നൈറ്റ് ഇടാൻ മനസ്സില്ലായിരുന്നു. ഇടും ഞാൻ. അവസാനം അമ്മയ്ക്ക് സൂലത് കിടപ്പായപ്പോൾ നമ്മുടെ സൗകര്യത്തിനായിട്ട് വാങ്ങിച്ച് അമ്മയ്ക്കായിട്ട് അങ്ങനെ കൊടുത്തപ്പോഴാണ് ആദ്യമായിട്ട് ഈ നൈറ്റി എന്ന് പറഞ്ഞൊരു സാധനം അമ്മ ജീവിതത്തിൽ ഇട്ട് ഞാൻ കണ്ടത്. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, അമ്മ പകുതി ഓർമ്മയിലാണ് കിടന്നത് അവസാനം. വീണ്ടും ഞാൻ കഴിഞ്ഞ ദിവസം നീ ഒരേ കാര്യം ഓർത്തു. ഞാനിങ്ങനെ നമ്മുടെ സമ്പർക്കത്തിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അതിന് മുമ്പ് ഞാൻ തൃപ്പൂണിത്തുറയെ കുറിച്ച് ഓർത്തു. ഞാൻ ജനിച്ചു വളർന്ന അവിടെയാണ്. എന്തിനാണെന്നറിയില്ല, എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നു പോയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വിളിച്ചു രാജപ്പൻ ചേട്ടൻ. അപ്പം രാജപ്പൻ ചേട്ടൻ്റെ ആരോ ഫോൺ എടുത്തു, കൊച്ചുമോനാരോ. അയ്യോ അങ്കിൾ, അപ്പൂപ്പൻ ഇവിടെ അല്ല, അപ്പൂപ്പൻ അമ്മയുടെ വീട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ അവന് വിളിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സമയത്ത് വിളിച്ചോണം. പിന്നെ പക്ഷേ വീടെത്തിയിട്ട് വിളിക്കാം, പിന്നെ മറക്കുന്നു. എൻ്റെ 2 ദിവസം കഴിഞ്ഞ് സമ്പർക്കത്തിനിടയിൽ ഒരു രാംകുമാർ കിച്ചു എന്നെ ഓർമ്മയുണ്ട്, വാസുവിൻ്റെ കൂടെ പഠിച്ചത്. പിന്നെ വന്നപ്പോൾ രാംകുമാറിന് ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ FSCT പറ്റി സംസാരിക്കുന്നു, ജനിച്ചു വളർന്നു, ഫാക്ടറി സ്കൂളും തൃപ്പൂണിത്തുറയും രാജപ്പൻ ചേട്ടനെ പറ്റി വീണ്ടും വിട്ടു. അവിടുത്തെ തയ്യക്കട അവിടെ നിന്നാണ്. രാജപ്പൻ ചേട്ടനാണ് ഞങ്ങൾക്ക് യൂണിഫോം തയ്ക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് കൊണ്ടുതരുന്നത് എന്നൊക്കെ പറഞ്ഞു. അത് രാജപ്പൻ ചേട്ടൻ സൈക്കിളിലാണ് കൊണ്ടുതരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ രാജപ്പൻ ചേട്ടനെ പറ്റി വാദോരാതെ സംസാരിക്കണം. എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ നമുക്കൊരു ബന്ധം, അച്ഛനും അമ്മയിലൂടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ രാജപ്പൻ ചേട്ടനോട് അറിയത്തുള്ളായിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ രാജപ്പൻ ചേട്ടൻ എപ്പോഴും സംസാരിക്കും. ഞങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്ന് വെച്ചാൽ ഒരു ബന്ധവുമില്ല, പക്ഷെ ഇതാണ് ബന്ധം. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന് അവിടെ തയ്യക്കടയുണ്ട്. അമ്പലമേട്ടിൽ ഞങ്ങളവിടെ കൊണ്ടുതരും ഡ്രസ്സൊക്കെ തയ്ച്ചിട്ട്. ഞാനിത് സംസാരിച്ച് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ എൻ്റെ ഫോണിൽ രാജപ്പൻ ചേട്ടൻ്റെ കൊച്ചുമൊരു മെസ്സേജ്. രാജപ്പൻ ചേട്ടൻ എൻ്റെ മരണ വാർത്ത ഒരു ഫോട്ടോ. ഞാനിങ്ങനെ കുറച്ചേറെ എന്തോ മനസ്സിൽ കൂടി കുറേ കാര്യങ്ങൾ കടന്നുപോയി. ആ സമയത്ത് എൻ്റെ മനസ്സിൽ വിളിക്കണം എന്ന് ഞാൻ എന്തുകൊണ്ട് വിളിച്ചില്ല? ഒന്ന് ഇത് ഞാൻ നിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ പതിവില്ല, നീ എൻ്റെ ബന്ധങ്ങളെ പറ്റിയോ എൻ്റെ ബന്ധുക്കൾ അങ്ങനെ നീ അധികം സംസാരിക്കാറില്ല. പക്ഷെ നീ ആ സമയത്ത് ഈ പറഞ്ഞ ദിവസം 2 ദിവസം ഞാനിപ്പോൾ ഈ വീഡിയോയുടെ ബാക്കിലൊക്കെ കാണിക്കാം. ഞാൻ അവിടെ മാലതി സിൽക്സ് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയപ്പോഴും പോയിട്ടുണ്ടായിരുന്നു. നല്ല സെൽവാർ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഫ്രോക്ക് ടൈപ്പ് അല്ലേ? 5 മീറ്റേഴ്സ്. ഈ തുണി തികയത്തില്ലായിരിക്കും. ചെക്ക് ചെയ്യണ്ടോ? അത് ആ പ്രിന്റ് കൊള്ളാം. ആ ബ്ലാക്ക് ഡാർക്ക് ഷെയ്ഡാണ്. അപ്പോൾ ലൈനിങ് ഒന്നും ഇല്ല. ഈ ബ്ലാക്കോ? ഇതിൽ ആക്ച്വലി ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് വിത്ത് ബ്ലൂ എന്തോ ഉണ്ട്. അതാ ഞാൻ പറയാൻ വന്നത്, കണ്ട പോലെ തോന്നുന്നുണ്ട്. ചെറിയ പ്രിന്റ് അല്ല, എനിക്ക് ആനിമൽ പിക്ചേഴ്സ് അത്ര ഇഷ്ടമല്ല. കുറച്ചുകൂടെ സിമ്പിൾ പ്രിന്റ് ആയിട്ട്. റെഡ് റെഡില്ല, വളരെ വലുപ്പം. പക്ഷെ അത് ഫ്രോക്കിന് കുറച്ച് ടൂ മച്ച് ആയി പോകില്ലേ? ഇവിടെ കവിളിൻ്റെ ഡിസൈൻ വരുമ്പോൾ അത് വലിയ ടൈപ്പ് പ്രിന്റ്. ബ്ലൂ ഇത് റെഡും വലിയ ഡിസൈൻ അല്ലേ? അതും വലുതാ. എൻ്റെ ഓണറുണ്ട്, പുള്ളിയെ വിളിച്ചിട്ട് ഞാൻ അവിടെ പോയി. ഞാൻ ആ റൂട്ടിങ്ങനെ വരുമ്പോൾ ഞാൻ പുള്ളിയോട് ഇങ്ങനെ ചോദിച്ചു, ഈ പൂണിത്തുറ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ അടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ എവിടെയാണ് കിച്ചുവൊക്കെ ജനിച്ചതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ ദിവസം അപ്പം ഞാൻ ഈ സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഈ രാജപ്പൻ ചേട്ടൻ എന്നൊരു ക്യാരക്ടറുണ്ട്. പക്ഷെ എനിക്ക് പുള്ളിയുടെ കടയോ വീടോ ഒന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ ഈ തൃപ്പൂണിത്തുറയിലെ ഈ സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കിച്ചു ഏറ്റവും അധികം ആ സ്ഥലത്തിന് അസോസിയേറ്റ് ചെയ്തിരുന്നത് രാജപ്പൻ ചേട്ടനുമായിട്ടാണ്. കാരണം രാജപ്പൻ ചേട്ടൻ്റെ വൈഫിന് ക്യാൻസർ
ക്യാൻസർ ആയിരുന്നപ്പോൾ കിച്ചുവിൻ്റെ വീട്ടിൽ വന്ന് കുറേ നാൾ താമസിച്ചാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് ആ ഒരു ക്യാരക്ടറും ആ ഒരു സ്ഥലം അറിയുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാഷ്വലി സംസാരിച്ച് പോയപ്പോൾ ഇങ്ങനെ പറയും. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ വർഷങ്ങൾക്ക് മുമ്പ് കിച്ചു ഒരിക്കൽ എന്നെ ഏരിയയിൽ കൊണ്ടുവന്നോ. എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ ആ മനോരമയുടെ സീരിയൽ ഷൂട്ടിന് പോയ സമയത്ത് അന്ന് ദാറ്റ് പ്ലേസ് വാസ് ക്വൈറ്റ് ലൈക്ക് എ വില്ലേജ് പോലെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര ഡെവലപ്ഡ് ആയിരുന്നു, ലൈക്ക് സിറ്റി പോലെ ഉണ്ടായിരുന്നു. ബൈപ്പാസ് വരെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ തൃപ്പൂണിത്തുറ ഈ ഗാന്ധി സ്ക്വയർ മരട് എന്നൊക്കെ പറയുവേ, മരട് അത് ഞാൻ പേട്ട ഗാന്ധി സ്ക്വയർ അവിടെ നിന്നാണ് മിനി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ. ഇങ്ങനെ ഓർക്കായിരുന്നു ചിലപ്പോ പെട്ടെന്നാണ് എല്ലാം കോയിൻസിഡൻസ് ആണ്. ആ ദിവസം ഒരുഷ ചേട്ടൻ മരിച്ചു ആ ദിവസവും എൻ്റെ തലേ ദിവസവും ആയിരിക്കും. ഞാൻ ഒരു കാര്യമില്ലാതെ ഓർത്തു പുള്ളിയെ കുറിച്ച്. ഞാനിവിടെ നമുക്ക് ചില ബന്ധങ്ങൾ നമുക്കറിയില്ല, ആത്മാക്കൾ തമ്മിൽ ലിങ്ക് ഉണ്ട്. അതിന് നമ്മൾ ഡെയിലി കാണണം, ഡെയിലി സംസാരിക്കണം എന്നൊന്നുമില്ല. നമുക്ക് അറിഞ്ഞൂടാ, അതാണ് നമുക്കറിയാത്ത കാര്യങ്ങൾ കൂടുതൽ. എന്നെ എന്തോ വല്ലാത്തൊരു വിഷമം എൻ്റെ മനസ്സിൽ കൂടി പോയി. എനിക്കങ്ങനെ പൊതുവെ അങ്ങനെ വലിയ ദുഃഖം വരുന്നതല്ല. കാരണം നമ്മൾ ധാരാളം മരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇനിയും കാണും, നമ്മളും മരിക്കും, ഇതൊക്കെ അറിയാമെങ്കിലും എന്തോ എൻ്റെ മനസ്സിൽ. കാരണം ഞങ്ങൾ കാത്തു നിൽക്കും. രാജപ്പൻ ചേട്ടൻ ഞങ്ങളുടെ യൂണിഫോം ഡ്രസ്സ് തച്ചുകൊണ്ട് ഓണത്തിന് ഡ്രസ്സ് തച്ചു. അന്നൊക്കെ വളരെ കുറച്ച് ഡ്രസ്സേ നമുക്ക് കിട്ടത്തുള്ളൂ. തൃപ്പൂണിത്തുറയിൽ നിന്ന് ചിത്രപ്പുഴ വഴി കുഴിക്കാട് വരെ സൈക്കിൾ ചവിട്ടി ഡ്രസ്സ് കൊണ്ടുവരും. ഞങ്ങൾ ഇങ്ങനെ നിൽക്കും. രാജപ്പൻ ചേട്ടൻ അവിടെ വരുമ്പോഴേ നമുക്ക് എന്തോ ഒരു സന്തോഷം തന്നുള്ള മനുഷ്യന്. അച്ഛനുമായിട്ടൊക്കെ വലിയ ബന്ധമായിരുന്നു. നമുക്ക് ചില കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചാൽ അറിയുന്നത്. ആ കിച്ചു അങ്ങനെ എല്ലാവർക്കും അമ്മയും കൂടെ താമസിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെയായിരുന്നു, അവിടെ കുളമുണ്ട്, അവിടെ മടശ്ശേരി വീടുണ്ട്, ഇങ്ങനെ കുറേ വീടുകളെ പറ്റിയൊക്കെ പറയും. ഒന്നുകൂടി പോകണം അതുവഴിയൊക്കെ. അവിടെയൊക്കെ മാറിപ്പോയി. അല്ല മാറിയാലും സാരമില്ല, നമുക്ക് ചില കാര്യങ്ങൾ നമുക്കറിയാം. അവിടെ ചെറിയ ഇരുമ്പ് പാലമുണ്ട്, ഒരു സൈഡിൽ നിന്ന് വണ്ടി വരുമ്പോൾ മറ്റു സൈഡിൽ നിന്ന് വണ്ടി പോകത്തില്ല, ഇതിനകത്തുള്ള വഴികളാണ്. അതാ ഒരു ദിവസം ആരുടെയൊക്കെ കഥയിലെ ഒരു കഥാപാത്രങ്ങളായി നമ്മളും മാറും. അതെ, നമ്മുടെ ചിലപ്പോൾ ഏറ്റവും അടുത്ത ആൾക്കാരെക്കാൾ നമ്മളെ കുറിച്ച് വേറെ പലരും സംസാരിക്കും, നമുക്കറിയത്തില്ല. നമ്മുടെ മക്കളായിരിക്കും, കൊച്ചുമക്കളായിരിക്കും, അവരൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമ്മളെ ഇവരെക്കാളൊക്കെ ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്നതുമായിട്ടുള്ളവർ കാണും. നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ മോടി ഇരുന്ന് ചിലപ്പോൾ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇപ്പോൾ ഇരുന്നത് ജോളി അടിക്കുകയായിരിക്കും, ചിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ആരെപ്പില്ല എന്തൊക്കെ. ഞാൻ പലപ്പോഴും ആയിരിക്കും രണ്ടും തീരുമാനമാണെങ്കിൽ ചിലപ്പോൾ മോടി ഇരുന്നിട്ട് നമ്മുടെ മാതാപിതാക്കൾ പറയും, എന്തിനാടാ താഴെ കിടന്ന് കഷ്ടപ്പെടുന്നത്, എടാ ഇവിടെ ജോളി അടിക്കാടാ, കം ഹിയർ എന്നിട്ടാണ് വെയിറ്റ് ചെയ്യായിരിക്കും കേട്ടോ. അതോ ഇനി അതിൽ കഴിഞ്ഞ് വേറെ വല്ല ലോകം ഉണ്ടെങ്കിൽ അവിടുത്തെ പരിപാടിക്ക് വെച്ച് കിട്ടി ഇനി വേറെ വല്ല സ്ഥലത്ത് പോയിട്ടുണ്ടോ നമുക്കറിയില്ല. അവിടെ ചെല്ലുമ്പോൾ ലെറ്റർ വെച്ചിരിക്കുന്നു, ഇത്രാന്തി ഞങ്ങൾ ഇതിനേക്കാൾ നല്ലൊരു ലോകം കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അവർ അടുത്ത സ്ഥലത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അഡ്രസ് പോലെ എഴുതി വെച്ചിട്ടൊക്കെ പോയിട്ട് നമുക്കറിയില്ലല്ലേ. അവിടെ ഇതെല്ലാം കാണാൻ പറ്റുന്ന സംവിധാനമൊക്കെ ഉണ്ടെങ്കിൽ ഹൗ നൈസ് ഇറ്റ് വിൽ ബി. ആ ഒരു സിനിമയില്ലേ കൊക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ, ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ടില്ല, ഒരു കാർട്ടൂൺ മൂവി കണ്ടില്ല. അതിൽ ഭയങ്കര രസമാണ്. ലൈക്ക് അപ്പോൾ ലൈക്ക് മരിച്ചു പോണ ആൾക്കാർക്ക് അവർക്ക് അവിടെ ഒരു ലൈഫ് ഉണ്ടാവണമെങ്കിൽ നാട്ടിൽ അവരെ ആൾക്കാർ ഓർക്കണം, മനസ്സിലായി? ഓർക്കാതെ ആയിപ്പോയാൽ ലൈക്ക് ഇറ്റ്സ് വെരി സാഡ്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വെളിയിരുന്നൊക്കെ പറയുന്നില്ലേ, മേ ബി അവരെ ഓർക്കാൻ ഒരു ദിവസം ഉണ്ടാക്കുന്നു. മേ ബി അതൊക്കെ ആയിരിക്കും ഒരു കാരണം. ഇവരൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളായതുകൊണ്ട് അതൊരു രസമാണ്. അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് പലരും സ്വർഗം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ഇത് വല്ലതും ഉണ്ടോ ഇല്ലയോ ദൈവത്തിന്. നമ്മൾ ഈ ഡെയിലി വട്ടിയൂർ മണ്ഡലത്തിനകത്താണ് നമ്മളിങ്ങനെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ താമസിക്കുന്ന ഇവിടെയാണല്ലോ. മണ്ഡലത്തിലൊക്കെ പോയിട്ട് ധാരാളം മരണങ്ങളാണ് കാണുന്നത്. പലയിടത്തും ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ വളരെ അടുത്ത ബന്ധുക്കൾ ചിലർ വിഷമിച്ചിരിക്കുന്നു, ചിലർ നോർമലായിട്ടിരിക്കുന്നു. പ്രായമായി അമ്മ നല്ലപോലെ ജീവിച്ചാണ് മരിച്ചത്. അത് കഴിഞ്ഞ് ചിലയിടത്തൊക്കെ നമ്മൾ പോകുമ്പോൾ അവരുടെ പറമ്പിൽ തന്നെ ബോഡി ദഹിപ്പിക്കാനൊക്കെ വെക്കുന്നു. ഞാനിങ്ങനെ കുറച്ച് മുമ്പ് വരെ ദേ വെർ നോർമൽ. അത് റിഗർ മോർട്ടിക്കൊന്നും ആയിട്ടില്ല, ബോഡി സ്റ്റിഫായിട്ടില്ല. അപ്പോൾ എനിക്കിങ്ങനെ തോന്നും എന്തായിരിക്കും അല്ലേ നമ്മളിങ്ങനെ ദഹിപ്പിക്കുമ്പോഴൊക്കെ. ഇതിനെപ്പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ വെരി ഫണി അല്ലേ, വെരി ഒരു നമുക്ക് ഒട്ടും അറിവില്ലാത്തൊരു മേഖലയെ പോലെ. മരിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഫീലിങ്സ് ഉണ്ടാവുമോ, നമുക്ക് അറിയാൻ കഴിയുമോ, അയ്യോ ഞാൻ മരിച്ചു എന്നത് ദഹിപ്പിക്കാൻ കൊണ്ടുപോകുന്നു. ആ സിനിമ എന്താ നമ്മുടെ കമൽ ഡയറക്ട് ചെയ്തൊരു സിനിമ ഉണ്ടല്ലോ, ജയറാമൊക്കെ അഭിനയിച്ചത്, ആയുഷ്കാൽ. അതിനകത്ത് ചില സീൻസ് നമുക്ക് വലിയ വിഷമം തോന്നും. കാരണം ജയറാം എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നു, ജയറാമിന്റെ കുഞ്ഞിനെ എടുക്കാനൊക്കെ നോക്കുന്നവർക്ക് അല്ലേ, മാധു ഭാര്യ അല്ലേ. ആ സീനൊക്കെ കാണുമ്പോൾ ഇപ്പൊ ഇരുന്ന് ഒന്നും കണ്ടാൽ കൊള്ളാൻ തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അല്ലേ.
പണ്ടൊക്കെ മരിക്കാൻ അപാര ഭയമായിരുന്നു, നമുക്കൊക്കെ കൊതിയായിരുന്നു ജീവിക്കാൻ. ഇപ്പോഴും ജീവിക്കണമെന്നുണ്ട്, പലതും നേടണമെന്നുണ്ട്. പക്ഷെ എങ്കിലും മരണത്തെ പഴയ പോലെ പേടിയില്ല. നിനക്കെങ്ങനെയാ? എനിക്ക് പേടിയാ. എനിക്കങ്ങോട്ട് മറ്റേത് അങ്ങനെയല്ല. ഷോ നമുക്കങ്ങനെ സംഭവിച്ചു ഇങ്ങനെ നമ്മളിപ്പോൾ ആലോചിക്കുന്ന വെച്ചാൽ വൺ ഡേ ഡെഫിനറ്റ്ലി വി ആർ ഗോയിങ് ടു ഡൈ. ഇറ്റ്സ് ഓക്കെ. നമ്മൾ ചിലരൊക്കെ എഴുതുന്ന പോലെ ഇതൊരു അവസാനമല്ല, ഇതൊരു കണ്ടിന്യൂഷൻ ആണെങ്കിലോ, ഓൾറെഡി നമ്മുടെ ലൈഫ് കണ്ടിന്യൂ ആണെങ്കിലോ. എനിക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ചിന്തിക്കുന്നില്ല, ഇതൊരു തരം ഭ്രാന്തൻ സംഭവം, ഒരു രസത്തിന് വേണ്ടി പറയുന്നുള്ളൂ. ഇത് കേട്ടോണ്ടിരിക്കുന്നിരിക്കും ഇവനെന്തോ നീ മരണത്തെ പറ്റിയും തേങ്ങയെ പറ്റിയും മാത്രമേ പറയാനുള്ളൂ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും. എനിക്ക് ജീവിക്കാൻ ഇഷ്ടമാ, മരിക്കാൻ പേടിയാ. അല്ലെ ജീവിക്കാൻ എനിക്കും ഇഷ്ടം. ആര് പറഞ്ഞല്ലെന്ന് ബെസ്റ്റ്. അതുകൊണ്ടല്ലേ രാവിലെ ഇറങ്ങുന്നത്. രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇലക്ഷൻ നിൽക്കണം, ജയിക്കണം, ഇതൊക്കെ നമുക്ക് കാണിക്കാനാണ് ഇങ്ങനത്തെ ഉടുപ്പിട്ട് നടക്കുന്നത്. അയ്യോ മസിലിക്കടേ, ആ നടുവേനടിച്ച് കിടന്നോടി ജിമ്മും ഒക്കെ പൊളിഞ്ഞ് പണ്ടാരടങ്ങി പോയി. എന്ത് ചെയ്യാനാ? നോക്ക്, പണ്ടത്തെ പോലെ ഇരിക്കുന്നു. പഴയ ഫോട്ടോ നോക്ക്. ഇറ്റ്സ് അനദർ ഭാഗ്യം. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. മീശ വളർന്നു എന്നേ ഉള്ളൂ. എന്റെ വയറ്റിനകത്ത് ഹൻസുണ്ട്, പക്ഷെ വെളിയിലും ഒരു ഹൻസുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അത് ഹൻസിന് ഉണ്ടാക്കി വെച്ച ഹൻസ്. ഓ, ഹൻസ് is such a beautiful character. She has gone through. നമ്മുടെ വീട്ടിൽ നമുക്ക് അസാമാന്യമായിട്ട് നമുക്ക് സന്തോഷങ്ങളൊക്കെ തരുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് പെയിൻ എടുത്തൊരു ക്യാരക്ടർ. ഞാനിത് പറയാറില്ല, പക്ഷെ ഹൻസ് തന്നെ ഒരിക്കൽ വീഡിയോ എടുത്തപ്പോഴാണ് ഷി ഹസ് ഗോൺ ത്രൂ സോ മച്ച് ഓഫ് പെയിൻ. അവളുടെ ഒരു കിഡ്നി ഇഷ്യൂ വന്നപ്പോഴൊക്കെ ഓൾമോസ്റ്റ് 7-7.5 വർഷമല്ലേ, ഫ്രം ചൈൽഡ്ഹുഡ്. 3-4 years നഴ്സറി പോയി കഴിഞ്ഞിട്ടൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെയും റിലാപ്സ് വന്നു, ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. എങ്കിലും ഇറ്റ്സ് ഓക്കെ. കാരണം 1 വർഷമായിരുന്നു കഠിനം തോന്നുന്നു, അതോ 2 വർഷം? 1.5-2 വർഷം ഭയങ്കര കടുപ്പ്. ഇപ്പോൾ അവളുടെ ഫേസിന്റെ ലുക്കൊക്കെ മാറി. ആക്ച്വലി എൻ്റെ വീഡിയോസിൽ ധാരാളം പേര് വന്നിട്ട് അവരുടെ കുട്ടിക്ക് നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ട്, നമ്മൾ എവിടെയാണ് ട്രീറ്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ പലർക്കും മെസ്സേജ് കൊടുക്കാറുണ്ട്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് അനന്തപുരി ഹോസ്പിറ്റലിൽ ഡോക്ടർ കാശി വിശ്വേഷനായിരുന്നു എന്നൊക്കെ മെസ്സേജ് കൊടുക്കാറുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമല, ഡോക്ടർ കമല പീഡിയാട്രീഷ്യനാണ്, നിയോനേറ്റൽ ഡോക്ടറിന്റെ മകളാണ്. ഓണേഴ്സ് ആക്ച്വലി, കമല ഓണേഴ്സ് ആണ്. ഈ അടുത്ത കാലത്ത് എനിക്കത് പറയാം. ഞാൻ കമലെ വിളിക്കുന്നത് ഞാൻ എനിക്കറിയാം ഷീസ് എക്സ്ട്രീംലി ബിസി. കാരണം വെച്ചാൽ അവിടുത്തെ ഏറ്റവും ലീഡിങ് മറ്റേ പീഡിയാട്രിക് ഡോക്ടറുമാണല്ലോ. ഞാൻ പറഞ്ഞു, അയ്യോ പറയൂ കൃഷ്ണകുമാർ. ഞാൻ പറഞ്ഞു, കമല നമ്മുടെ ഒരു പേഷ്യൻ്റ് ഇവിടെ ഉണ്ട്, അവർക്ക് കുറച്ച് ബില്ല്, നല്ല ബില്ലായിട്ടുണ്ട്, ഒന്ന് കുറച്ച് തരുമോ? ഒരു സെക്കൻഡ് തോട്ട് ഇല്ലാതെ കമല പറഞ്ഞു, അയ്യോ പിന്നെന്താ, ലെറ്റ് മി ഡിസ്കസ് വിത്ത് ദ ഹോൾ ടീം എന്ന് കൊടുക്കും. എന്നിട്ട് 50,000 രൂപ കുറച്ച് കൊടുത്തത് മാത്രമല്ല, അവരുടെ ചെല്ലണ്ട, അവർ പേ ചെയ്തിട്ട് പോയിട്ട് അവരുടെ അക്കൗണ്ടിലോട്ട് അയച്ചും കൊടുത്തു. സോ കൈൻഡ് ഓഫ് കമല. താങ്ക് യു ഡോക്ടർ കമല. കാരണം വെച്ചാൽ ഞാനിപ്പം എല്ലായിടത്തും വിളിക്കും. പണ്ടൊക്കെ നമുക്കിങ്ങനെ ചോദിക്കാൻ, അയ്യോ ഞാനിങ്ങനെ ചോദിച്ചാൽ മോശമാകുമെന്ന് വിചാരിച്ചു. പക്ഷെ പണ്ട് ഞാൻ പിള്ളേർക്ക് എന്താ പറയുന്നത്, മേക്ക് ആസ്കിങ് എ ഹാബിറ്റ്. കാരണം വി ആർ നോട്ട് ആസ്കിങ് ഫോർ മണി നേരെ അന്ന് പറഞ്ഞിട്ട്, വി ആർ ആസ്കിങ് ഫോർ എൻ ഓപ്പർച്യൂണിറ്റി. എനിക്കൊരു അവസരം തരും. അതായത് ജോലി കാര്യങ്ങളിൽ എപ്പോഴും ഞാൻ പറയും, വാട്ട് എവർ ഇറ്റ് ഈസ്, മേക്ക് ആസ്കിങ് എ ഹാബിറ്റ്. ഒരാളോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ തരുമോ ഇല്ലയോ എന്ന്. അതേപോലെ ഞാൻ ആലോചിച്ചു, എൻ്റെ വ്യക്തിപരമായ അവസ്ഥയിലല്ലല്ലോ പൈസ ചോദിക്കുന്നത്, എൻ്റെ വീട്ടിൽ ആർക്കും അല്ലല്ലോ. നമ്മുടെ പൊതുപ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ ചുറ്റും നിൽക്കുന്ന പൊതു ജനങ്ങൾ എന്ന് പറയും, നമ്മുടെ സൗകര്യങ്ങളെ പോലെ അവർക്ക് വേണ്ടി ചോദിക്കുന്നതിൽ എന്താ തെറ്റെന്ന് തോന്നി തുടങ്ങി. കഴിഞ്ഞൊരു 4-5 കൊല്ലമായിട്ട് നിരന്തരം ചോദിച്ചു തുടങ്ങി. കൈ നീട്ടാൻ ഒരു മടിയും ഇല്ലാതായി. ഒരു 70% അതിനകത്തൊരു സക്സസ് ഉണ്ട്. ചിലപ്പോൾ 10,000 രൂപയ്ക്കും കുറച്ച് കൊടുക്കുന്നത്, വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാൻ എപ്പോഴും അവരത്തപ്പോൾ അവർ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ അവരോട് ഞാൻ പറയും, ഒരു 10,000 രൂപ നിങ്ങൾക്ക് ആരെങ്കിലും തന്നോ, നിങ്ങൾ ഈ ഒരു സംഭവമായിട്ട് അവരൊന്നുമില്ല. ഞാൻ 50,000 രൂപ ഒന്ന് ആലോചിച്ചു. പക്ഷെ ദേ വർ സോ താങ്ക്ഫുൾ. അവർ എൻ്റെ അടുത്ത് വിളിച്ച് ഗ്രേറ്റ്ഫുൾ ആയിട്ട് അവർ ചേട്ടാ ഭയങ്കര ഉപകാരം. ഞാൻ അത് കേൾക്കാനൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഇടപെടുക, എല്ലാവരുടെയും കാര്യത്തിൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇടപെടുക. ഒരു 10 പേര് ഇടപെട്ടാൽ ഒരാളിലൂടെ കാര്യം നടക്കും. ചിലപ്പോൾ അതൊരു ഫാമിലിക്ക് വലിയ റിലീഫായിരിക്കും. ഇത് ഞാൻ ചെയ്ത വലിയ കാര്യങ്ങളൊന്നും സ്ഥാപിക്കാൻ വേണ്ടി പറയുന്നതല്ല. നമ്മൾ അന്യോന്യം സഹകരിച്ച് മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂ. കാരണം അവരെ അയാൾ സഹായിച്ചോളും, ഇയാളെ സഹായിച്ചോളും നമ്മൾ ഓരോരുത്തരും പറയാൻ തുടങ്ങിയാൽ ആരും കാണില്ല. നമുക്കൊരു പ്രയാസം വരുമ്പോഴും ഇതുപോലെ ആൾക്കാർ പറയും, അതാരെങ്കിലും ചെയ്ത് കൊടുത്തോളും. അതുകൊണ്ട് ഇന്ന് ഞാൻ ഏതെങ്കിലും കാര്യത്തിനിട്ട് ഇറങ്ങുമ്പോൾ ഒരു കാര്യത്തിന് പോലും ഒരു തടസ്സവും ഇല്ലാതെ കുറേ പേര് മുന്നോട്ട് വന്നു തുടങ്ങി. ചേട്ടാ ഞാനും വിളിച്ചു പറയാം. അപ്പം ഇതൊരു പ്രകൃതിയുടെ സംഭവം തോന്നുന്നു. നമ്മളിങ്ങനെ പടർത്തി പോകുമ്പോൾ ഇന്ന് എനിക്ക് വലിയ ആവശ്യങ്ങളേ ഇല്ല, ഒന്നും എനിക്ക് ആവശ്യമില്ല ആരിൽ നിന്നും.
പക്ഷെ ആരൊക്കെയോ നമ്മുടെ ഓഫീസിൽ ബന്ധപ്പെടുന്നു, വരുന്നു, കാണുന്നു, ഫോണിൽ കൂടി പറയുന്നു. സന്തോഷമാണ് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നത്. ഇതൊക്കെ എന്തിനു പറഞ്ഞു പോകുന്നതല്ല, നമുക്ക് വി ആർ എ സോഷ്യൽ ബീയിങ്. അപ്പം നമുക്ക് സമൂഹത്തിൽ മറ്റുള്ളവരുമായിട്ട് ചേർന്ന പോലെ സിന്ധുവിൻ്റെ കൈ തളർന്നു തുടങ്ങി. ഞാൻ ഡോക്ടർ കമലയുടെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഹൻസു കുഞ്ഞായിരുന്നപ്പോൾ ഹൻസു ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആക്കുമായിരുന്നല്ലോ, നെഫ്രോട്ടിക് സിൻഡ്രോം കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സീസൺ ആയപ്പോൾ ഡോക്ടർ കമല ഹയർ സ്റ്റഡീസിന് കാനഡയിലോട്ട് പോയി. ഐ തിങ്ക് നിയോനെറ്റലിൻ്റെ എന്തോ എക്സ്ട്രാ പഠിക്കാൻ. അപ്പോൾ ഞാൻ ഡോക്ടർ കാഴ്ചയാണ് നോക്കുന്നെങ്കിൽ എപ്പോഴും ഡോക്ടർ കമല അവിടെ ഉണ്ടാകുന്നത് എനിക്ക് ഭയങ്കര റിലീഫായിരുന്നു. ലൈക്ക് അപ്പോൾ ഡോക്ടർ കമല ഇങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ചു, അയ്യോ ഡോക്ടർ കമല പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഹൻസുവിനെ അഡ്മിറ്റ് ആയാൽ. ഒരിക്കലും ഡോക്ടർ കമല പോയി കഴിഞ്ഞാൽ ഹൻസുവിന് ഒരിക്കലും കൂടുതലൊന്നും ആകരുത്, നമുക്കവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരരുത് എന്നിങ്ങനെ ഭയങ്കരമായിട്ട് മനസ്സിലാഗ്രഹിച്ചു. അതുപോലെ ഡോക്ടർ കമല പോയതിനു ശേഷം ഒരിക്കൽ പോലും ഹൻസുവിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. പതുക്കെ ഹൻസു കെയിം ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഷീ ബിക്കെയിം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഞാൻ ഡോക്ടർ കമലയോട് പറയും, ഡോക്ടർ കമല പോയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. എനിക്ക് പല ദിവസം ഉറങ്ങുമ്പോൾ ഒക്കെ ആലോചിക്കും, അയ്യോ ഡോക്ടർ കമല പോകുന്നു, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ അങ്ങനെ എപ്പോഴും ആലോചിക്കുമായിരുന്നു. എനിക്ക് ചോദ്യം, അവൾക്ക് ഈ പ്രോബ്ലം വന്ന അന്ന് തൊട്ട് ഐ വാസ് സോ ഷുവർ ഷീ വിൽ കം ഔട്ട് ഓഫ് ഇറ്റ്. കാരണം ഫ്രം ഡേ വൺ നീ കൃത്യം അലാം വെച്ചവൾക്ക് കൃത്യസമയത്ത് മരുന്നുള്ളൂ. ഡെഫ്കോട്ട് ഒരു മരുന്ന്, രണ്ടാമത്തെ സൈക്ലോസ്പോറിൻ അല്ലേ. അന്ന് നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ ഞെരുക്കം വന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഈ മരുന്നിന്റെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ അടുത്ത് പോയി നമ്മൾ വാങ്ങിക്കും. അപ്പോൾ എത്ര 1000 രൂപ കൊണ്ട് കുറഞ്ഞു കിട്ടും. അതുപോലെ ഹ്യൂമൻ പ്ലാസ്മ ഇറ്റ് വാസ് സോ കോസ്റ്റ്ലി. റിലയൻസ് ഉണ്ട്. അതെ, നമ്മൾ ആരോടൊക്കെ പോയി സംസാരിക്കും, നമ്മൾ പൊട്ടി. പക്ഷെ വി ഹാഡ് വെരി ഗുഡ് ഫ്രണ്ട്സ് ആക്ച്വലി. അന്ന് നമ്മളെ പലരും സഹായിച്ചവരോട് ആരെയും എനിക്ക് എല്ലാവരുടെ പിക്ചറിൻ്റെ മുഖത്ത് വരുന്നുണ്ട്, മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ അന്ന് ഇവിടെ മരുന്ന് കഴിക്കുന്ന രീതി ഹൻസുവിൻ്റെ അവൾ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ വായിൽ നീ ഒരു ദിവസം വെച്ചു നോക്കി സൈക്ലോസ്പോറിൻ 5 ദിവസം കഴിപ്പോ. അവള് മരുന്നൊക്കെ ഓർമ്മ ടാബ്ലറ്റ് ചവച്ച് തിന്നും. അന്യായ ക്യാരക്ടർ തന്നെ അവള്. ഓൾവേസ് ഷീ വാസ് ഹാപ്പി. അന്നാണ് ഡോക്ടർ പറഞ്ഞത്, ഈ സ്റ്റിറോയിഡ് കഴിക്കുമ്പോൾ ഉന്മാദമാണ് എപ്പോഴും. ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഹൂ ഈസ് ഹാവിങ് സ്റ്റിറോയിഡ് കഴിക്കുന്നവർ ദേ വിൽ ബി സോ ഹാപ്പി ആൻഡ് ദേ മേക്ക് അതേഴ്സ് ഓൾസോ ഹാപ്പി. ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അസാമാന്യ ക്യാരക്ടർ തന്നെ. ഐ ലവ് ഹൻസു. ഐ ഓൾസോ ലവ് ഹൻസു. അവിടെ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കാൻ കയറ്റുമ്പോഴത്തേക്ക് ചില സമയങ്ങളിലുള്ള വാട്ടർ റിട്ടൻഷൻ വന്നിട്ട് വെയിൻ കിട്ടാതെ എനിക്കിന്നും ഓർമ്മയുണ്ട്. നമുക്കത് എണ്ണമൊക്കെ പറഞ്ഞ ആൾക്കാർ ഇവിടെ എക്സാജറേറ്റഡ് ആണ്. പോക്കിയാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂർ അവിടെ പോക്കിയത് ഇവിടെ പോക്കിയത് കുത്തി നോക്കി വെയിൻ കിട്ടാതെ അവസാനം തിയേറ്ററിൽ നിന്ന് എക്സ്പേർട്ട് നഴ്സസ് വന്ന് അവർ കണ്ടെത്തി. അവരെങ്ങനെയാണ് കണ്ടെത്തുന്നില്ല, കാരണം ഇങ്ങനെ സ്വളനായിട്ടിരിക്കുന്ന ഒരാളുടെ ദേഹത്തുനിന്ന് വെയിൻ കണ്ടെത്തി. ഈ നഴ്സുമാരൊക്കെ ദൈവങ്ങളാവുന്ന സമയങ്ങളാണ് അവരൊക്കെ. അസാമാന്യം. അവരെയൊക്കെ ഇങ്ങനെ തൊഴണം. സച്ച് വണ്ടർഫുൾ പീപ്പിൾ. ഏഞ്ചൽസ് എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മുടെ അനന്തപുരി ഹോസ്പിറ്റലില് ഓൾ ദ നഴ്സസ്, ഇന്ന് ഹൻസുവിനെ നോക്കിയ നഴ്സുമാരൊക്കെ എന്ത് പ്രായമായിട്ടുണ്ടാവുമല്ലേ. അന്ന് യങ് ഗേൾസ് ആയിരുന്നു. സോ ഫ്രണ്ട്ലി. കുറേ പേരെ നമ്മുടെ കുടുംബത്തോടെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അനന്തപുരി ഹോസ്പിറ്റലിൽ ഇന്ന് ഹൻസുവിന്റെ ഏജ് എത്രയാണെന്ന്? 1.5 വയസ്സ്. ഇപ്പോഴോടൊപ്പം ഹൻസിക കൃഷ്ണ എന്ന് വെച്ചാൽ 1.5 വയസ്സാവുന്നത്. 1.5 വയസ്സ്. ദിവസം ഡോക്ടർ കാശിയോ കാണാൻ പോണം. ഡോക്ടർ കാശി തീർത്തു തുടങ്ങി. ഈ ഫാൻ ഇട്ടോ? അല്ല, ഞാൻ പിന്നെ എന്തായാലും കുളിക്കാൻ പോകും. കാരണം ഒരിക്കൽ കുളി കഴിഞ്ഞതാ. ഇച്ചു അച്ചാറിന് വീഡിയോ എടുക്കാനാണ് വന്നത്. ഇപ്പൊ ഒരു മെഡിക്കൽ ബുള്ളറ്റിനായി മാറി. ഇതിനകത്ത് ഇത് ഒഴിച്ചു വെച്ചിരിക്കുന്നത് മറ്റേ ഇതാണ്, ആപ്പിൾ സൈഡർ വിനീഗർ. സൂപ്പർ. എന്ത് ഭംഗി നോക്കിയാൽ. ആ ചുവന്ന മുളക് നീ വാങ്ങിച്ചു വെച്ചില്ലേ, അതുകൊണ്ട് ഇട്ട് കൊടുത്തു. സോ ഗുഡ്. അമ്മു വന്ന് ഫുഡ് കഴിക്കാൻ നേരത്തെ ഇതുണ്ടോ നോക്കും. അതുകൊണ്ട് അമ്മു ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചതുണ്ട്, പഴയ ഇരിപ്പുണ്ട്. അതങ്ങോട്ട് പിടിച്ചിട്ട് ഇവിടെ പോയി. അതാ സോ ഗുഡ്, സോ ഗുഡ്. ഇത് അകത്തുനിന്ന് എന്താ കാന്താരി മുളകിൻ്റെയാണിത്. ഇതെടുത്ത് ആക്ച്വലി എരിയുന്നുണ്ടോ? ശരിയാത്ത പോലെ അഭിനയിക്കുന്നു. ഇല്ല, എനിക്ക് എരിവ് ധാരാളം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് കാന്താരി മുളകിൻ്റെ എരിവ് എന്ന് വെച്ചാൽ ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. ഞാൻ പണ്ടൊക്കെ കാന്താരി മുളക് ഫ്രഷായിട്ട് കിട്ടുമ്പോൾ ലൊക്കേഷനിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും വീടിൻ്റെ അവിടെ ഷൂട്ടിങ് പറമ്പിൽ നിന്ന് കാന്താരി മുളക് വെച്ചിട്ട് ഉഴുന്നുവടയ്ക്ക് അകത്ത് വെച്ചിട്ട് കടിച്ചു കൊടുക്കണ്ട. നേരിട്ട് കടിച്ചാൽ നമുക്ക് നേറിപ്പോവും. ആ ഉഴുന്നുവടയ്ക്കൊക്കെ അകത്ത് വെച്ചിട്ട് കഴിക്കുമ്പോൾ സോ ഗുഡ്.
ലൈഫ് ഈസ് സോ സിമ്പിൾ ആൻഡ് സോ ഗുഡ്. എല്ലാരും ചോദിക്കാം കൃഷ്ണകുമാർ എന്താ വീഡിയോസ് ഒന്നും ഇടാത്തെന്ന്. സത്യം തുറന്നു പറഞ്ഞല്ലോ, ഇതൊരു ഇപ്പം നിങ്ങളിത് ചെയ്ത് ഇറ്റ് ഹാസ് ബിക്കം സച്ച് എൻ ഈസി ഒരു ടാസ്ക് പോലും അല്ല. ഇറ്റ്സ് എ വെരി ഈസി തിങ്. രാവിലെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മണ്ഡലത്തിൽ ഇങ്ങനെ ഇറങ്ങിക്കറി അവിടെ നിൽക്കുന്നു പറയും കണ്ണമ്മൂലിയിൽ ഒരു മരണം നടന്നു. എനിക്കറിയാം എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്തൊക്കെ കൂടുതൽ നമ്മൾ മരണത്തെ കുറിച്ചൊക്കെ എഴുതുന്നുണ്ട്. പക്ഷേ ഈ പൊതു ജീവിതത്തിനകത്ത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ഷനൊക്കെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനമായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ മരണം സുഖക്കുറവുള്ള വീടുകളിലൊക്കെ പോകുമ്പോൾ ആദ്യം തോന്നി എന്തിനാണ് പോകുന്നത്, പിന്നെ മനസ്സിലായി ഒരു ദുരന്തം ഒരു അത്യാഹിതം ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ സംഘം ചേർന്ന് നിൽക്കുമ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടുകാർക്കൊരു ആശ്വാസം കിട്ടാറുണ്ട്. എൻ്റെ പല വീഡിയോയിലും അല്ലെങ്കിൽ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ എൻ്റെ പ്രവർത്തകരോടൊപ്പം ബന്ധുമിത്രാദികളെ കണ്ട് അനുശോചനം രേഖപ്പെടുത്തി എല്ലാവരും ദുഃഖത്തിൽ പങ്കുചേർന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ ഫോട്ടോസിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോസുണ്ട്, വീഡിയോയിൽ തന്നെ ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ദൈവം അനുഗ്രഹിച്ചു തന്നൊരു കഴിവെന്ന് എനിക്ക് പറയുന്നില്ല, ഒരു അനുഗ്രഹമാണ് അതൊക്കെ. ഏത് വീട്ടിൽ ചെന്നാലും ഞാൻ അവരുമായിട്ട് മിങ്കിൾ ചെയ്യും. ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവരായിരിക്കും, പക്ഷെ അവരെന്നെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം, സ്ക്രീനിൽ കണ്ടിട്ടില്ലായിരിക്കാം. പക്ഷെ ചെല്ലുമ്പോൾ തന്നെ ഞാൻ നേരെ അവിടെ ചെല്ലും. പൊതുവേ ഞാൻ സ്ത്രീജനങ്ങളുടെ അടുത്താണ് ഞാൻ സംസാരിക്കാറുള്ളത്. ഞാൻ ഇങ്ങനെ നമസ്തയൊക്കെ പറഞ്ഞ് ചെയ്യും. മരണപ്പെട്ട ആളുടെ ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, എന്തോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവരുമായി ചിരിച്ചിട്ട് ഇറങ്ങും. ചില ദിവസം നമുക്ക് പറ്റില്ല, കൊച്ചു കുട്ടികളൊക്കെ ബൈക്ക് ആക്സിഡൻറ്റ് മറ്റുള്ള അങ്ങനത്തെ വീടുകളൊക്കെ ചെല്ലുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. കാരണം അത് തീരെ നഷ്ടം തന്നെയാണ്. പക്ഷെ നമ്മളെക്കാൾ പ്രായമുള്ളവർ മരണപ്പെട്ടു പോകുമ്പോൾ ഇപ്പം എൻ്റെ അച്ഛനമ്മ വഴി മരിക്കുന്നു, പ്രായമായി മരിക്കുന്നു. ഓഫ്കോഴ്സ് നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ പോലും അതൊന്നുമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതേസമയം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ കൊച്ചുമക്കളൊക്കെ മരണപ്പെടുമ്പോൾ ഫോട്ടോ പോലും കാണാൻ പറ്റില്ല. കാരണം പിന്നെയുള്ള ലൈഫ് വലിയൊരു പ്രയാസമാണ്. അപ്പം അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഞാൻ രണ്ടാമതൊരു ദിവസം പോകും. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്പോൾ അവരൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും, സംസാരിക്കാൻ പറ്റും. അവിടെ നിന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കും. ഇറങ്ങുന്ന സമയത്ത് പറ്റുന്നവരല്ല ഞാൻ തൊട്ടാണ് സംസാരിക്കുന്നത്. ശരീരം എപ്പോഴും ഒന്നുകിൽ കെട്ടിപ്പിടിക്കും അല്ലെങ്കിൽ കയ്യിൽ പിടിച്ച് സംസാരിക്കും. ഒരു ട്രാൻസ്ഫർ ഓഫ് എനർജി ആയിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നിടത്ത് മിക്ക സ്ഥലത്തും മരണ വീടാണോ മറ്റ് കല്യാണ വീടാണോ നോക്കില്ല, നമ്മൾ ചിരിക്കുന്ന ഫോട്ടോസ് വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കടന്നു പോയി പറ്റൂ. നമ്മൾ എന്നും ദുഃഖിച്ചിരിക്കാനൊന്നും പറ്റില്ല ജീവിതത്തിൽ. വി ഹാവ് ടു അക്സെപ്റ്റ് ചെയ്ത് പറ്റും. അത് സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പോകുക. എന്തുകൊണ്ട് പോകുന്നു വെച്ചാൽ ചിലപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ സാമ്പത്തിക പ്രയാസം വീടായിരിക്കും. പക്ഷേ നമ്മൾ 10 പേര് കൂടെ ഉണ്ട്. അവിടെ സാമ്പത്തികം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അവർക്കൊരു തോന്നലൊരു എന്തെങ്കിലുമൊക്കെ പറയാൻ ആളുണ്ടല്ലോ. ഓഫീസിൽ ചെല്ലിൽ വരുമ്പോൾ ഭയങ്കര ദുഃഖകരമായി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സംഭവം. പക്ഷെ അവിടെ നിന്ന് ഞാൻ കേൾക്കും, മുഴുവൻ കേൾക്കും. കേട്ട് കഴിഞ്ഞിട്ട് ഒരു ചായ കാപ്പി കൊടുക്കും, എന്തെങ്കിലും കഴിക്കാനും ബിസ്ക്കറ്റ് കൊടുക്കും. ആ വന്നതിൽ നിന്ന് അവർ വളരെ പ്രഷർ മാറി പോകുന്നുണ്ട് ചിരിച്ചിട്ട്. ഞാൻ പറയും എപ്പോൾ ഇവിടെ വന്നിരിക്കും, ഞാനില്ലെങ്കിൽ ഇവിടെ വന്നിരിക്കും എന്നൊക്കെ പറയും. കാരണം ചിലപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നിടത്തുനിന്നായിരിക്കും പല ആത്മഹത്യകൾ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാവുന്നത്. ആ മൊമെന്റിൽ ആരെങ്കിലും ഉണ്ട് ചെന്ന് സംസാരിച്ച് വാടാ അല്ലെങ്കിൽ വാ മക്കളെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയാൽ ചിലപ്പോൾ തീരാവുന്നൊരു പ്രശ്നമായിരിക്കും. ആ പോയിന്റ്, ക്രിട്ടിക്കൽ പോയിന്റ് ആരുമില്ലാതായി പോകും. ആ സെക്കൻഡ് തോന്നിപ്പോകുന്നു. കാരണം അറ്റംപ്റ്റ് ചെയ്തവരെ, സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തവരെ പിന്നീട് പോയി കണ്ട് സംസാരിക്കുമ്പോഴൊക്കെ ചെയ്ത് എന്താണ് പ്രവൃത്തി ചെയ്ത് കഴിയുമ്പോൾ വേണ്ടാതെ തന്നെ ആരെങ്കിലും രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് വിചാരിച്ചവരുണ്ട്. ആരെയോ കാണിക്കാൻ പേടിപ്പിക്കാൻ ശ്രമിച്ചവരുണ്ട്, പക്ഷെ പറ്റിപ്പോയി. അങ്ങനെ ജീവിച്ചവരടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ മാനിയുള്ള അല്ലാത്തവരൊക്കെ പറഞ്ഞത് അന്ന് അവർ വന്നതുകൊണ്ട് ഇവർ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് അങ്ങനത്തെ 2-3 പേര് അറിയാം. തളർന്നു, ഫാൻ ഇടൂ, ഞാൻ പോട്ടെ. ഓക്കെ, അപ്പൊ താങ്ക് യു. 25 മിനിറ്റ് ആയി ചേട്ടാ. കട്ട് ചെയ്യാൻ ഒന്നുമില്ല, പുള്ളിയായി ഇടാൻ പോവാ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. എല്ലാവർക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ somehow try to smile, keep yourself happy. മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ പറ്റുമല്ലോ ഹാപ്പി ആക്കുക. കാരണം ഈ മറ്റുള്ളവരെ ഹാപ്പി ആക്കണമെന്ന് പറഞ്ഞാൽ സന്തോഷമൊന്നും ആരും കൊണ്ട് തരാൻ പോകുന്നില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുക. ചുമ്മാ ചിരിക്കുക. ഇന്നലെ ഞാൻ സോ ഹാപ്പി, ഞാനൊരു അച്ചാർ ഉണ്ടാക്കി പറഞ്ഞും ചിരിക്കാം. ഇന്നത് ആൾക്കാരിക്കും ചേട്ടാ അവിടെ ഇരിക്കുന്ന പൂവും എടുത്ത് വിൽക്കുന്നു പറയും. ഈ പൂവാ. എനിവേ താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഓക്കെ, ആരൊക്കെ വന്നു? അമ്മു എത്തിയാ? ഓ അമ്മു, അമ്മ സൂപ്പർ അച്ചാർ ഞാൻ ഉണ്ടാക്കിയത് വെച്ചിട്ടുണ്ട്. പുതിയൊരു അച്ചാറിട്ട് വെച്ചു. ബേബി എത്തിയില്ലേ? ഓ, യു മിസ്സിംഗ് ബേബി.
ഇത് രണ്ട് ഞാൻ മുകളിൽ കൊണ്ടുപോകാൻ പോകുന്നു. അയ്യോ വേണ്ട, അല്ല ഇത് സെറ്റായി വരണം. ഇത് ടേക്ക് ടൈം. ഇത് ഇന്നലെ ഇട്ട് വെച്ചത്, ഇത് ഇന്നും ഇട്ട് വെച്ചത്. താഴത്തെ അടിപൊളി ലുക്ക്. അത് കിച്ചു അത് ഞാൻ ആ കിച്ചൺ കബേർഡിന് മാച്ചിങ് വാങ്ങിച്ച ഡബ്ബയാണ് കിച്ചു. സാരമില്ല, അതെനിക്ക് മുളക് പൊടിയൊക്കെ ഇടാനുള്ള ഡബ്ബയാണ്. വേണ്ട. സൻസു അല്ല ശരി, ഇവളുടെ പേര് മാറിപ്പോയി. ഓ ഗോഡ്. ഓ രണ്ട് അച്ഛനും മോളും കൂടെ മസിൽ കളിക്കാൻ നിൽക്കുകയാണ്. ഇവളുടെ തൊട്ട് നോക്ക്, ഇവളുടെ കയ്യിലൊക്കെ. ഓ എവിടെ? ഓ ഞാൻ വെച്ച് മസിൽ കാണിക്കാൻ പോവാണ്. ഭയങ്കര സോഫ്റ്റ് സ്കിൻ, ഭയങ്കര രസം. കിച്ചു അല്ല കിച്ചു അമ്മു കിച്ചുവിന്റെ കൈക്കണ അച്ചാർ നോക്കിയേ. ആ ചുമന്ന മുളകൊക്കെ നോക്കിയാൽ ഞാൻ സുപ്രീം സ്പ്രിംഗ് എന്ന് വാങ്ങിച്ച മുളക് വാങ്ങിച്ചു വെച്ചാൽ ഉപയോഗിക്കണം. അതാ ഇനി ഞാൻ മുളക് വാങ്ങിക്കുമ്പോ പറയാം കിച്ചുവിനോട്. നല്ല ലുക്കുണ്ട്. കിച്ചു ഇതൊരു ചെറിയ ബിസിനസ് ആക്കി കിച്ചു. ഇതെങ്ങനെ അച്ചാറാവുന്നു? ഇതിൽ മറ്റേ മസാല ഒന്നും ഇട്ടില്ലല്ലോ. അത് കഴിച്ചു നോക്ക്. I don't like that colorless അച്ചാർ. ഭയങ്കര ടേസ്റ്റാ. അമ്മൂനും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ എനിക്ക് എന്തായാലും ഇഷ്ടമില്ല. നമ്മുടെ പാവം കൊച്ചു മേല് പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ ഓക്കെ, താങ്ക് യു. പോല എന്താ അല്ലല്ല, ഒരു വീഡിയോ കാണിക്കാം. ഇത് കാണിക്കാം. ഓക്കെ. നല്ലോ ഇവിടെ നിക്കർ എവിടെ പോയി? മാറ്റിയിട്ട് പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തില്ല. എല്ലാ വർഷത്തെയും മാൻഡേറ്ററി ബർത്ത്ഡേ ഗിഫ്റ്റും ബർത്ത്ഡേ കേക്ക് ഒക്കെ കൊണ്ട് നമ്മുടെ സ്വന്തം പോൾ വന്നു. അങ്ങനെ പോൾ ചേട്ടൻ അമ്മുവിന്റെ ബർത്ത്ഡേക്ക് കേക്കും. എല്ലാ വർഷവും പോൾ ഉള്ളതുകൊണ്ട് രാത്രി കേക്ക് വാങ്ങി വരാറില്ല. അങ്ങനെ എന്റെ കേക്കും ഗിഫ്റ്റും ഒക്കെ ആയിട്ട് വന്നു. ഇതൊരു ഭാവി പോൾസ് ക്രീമറി കസ്റ്റമർ ആണ്. സ്കൂളിൽ നിന്നൊക്കെ ചെല്ലും. എന്നിട്ട് പറയും പോൾ ചേട്ടാ പോളേട്ട. എനിവേ താങ്ക് യു. പോളാണ് ഇവിടെ. ഹൻസുവിന്റെയും അമ്മുവിന്റെയും ബർത്ത്ഡേ ഒരിക്കലും മിസ്സാവൂല. വീണ്ടും രാത്രി ഹോസ്പിറ്റലിലെത്തി. ഡാഡി വീട്ടിൽ എന്തോ സാധനം, എന്തോ ഒരു പെട്ടി എന്തോ എടുത്ത് മാറ്റുമായിരുന്നു. അതിൻ്റെ എന്തോ ഒരു സാധനം ഇളകിയിരുന്നത് കാലിക്കൊണ്ട് കാല് മുറിഞ്ഞു, ഡീപ്പായിട്ട് മുറിഞ്ഞു എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. പിന്നെ ഞാൻ വേഗം കിച്ചുവിൻ്റെ പഴയ ഡ്രൈവർ വന്ന് അങ്ങോട്ട് വിട്ടു. കൂട്ടി ഞാൻ സ്റ്റിച്ച് ഇടേണ്ടി വിചാരിച്ചില്ല. ഇവിടെ SP വെൽനസ്സിൽ കൊണ്ടുവന്നു. അപ്പോൾ സ്റ്റിച്ചിട്ടു. വളരെ ഡീപ്പാണ്. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഹെയർ കളറൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് പോയി ഈ ഡ്രസ്സൊക്കെ മാറ്റി എൻ്റെ ഒരു പഴയ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് പോൾ വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ഒന്ന് ഇരുന്നപ്പോഴാണ് ഈ കോൾ വന്നത്. വീണ്ടും ഓടി ആശുപത്രി എത്തി. എൻ്റെ കൂടെ കിച്ചു വന്നു. ഡാഡിയുടെ ഹോം നേഴ്സാണ്. എത്തി തലയിൽ ഹെയർ കളറൊക്കെ ഇട്ട് കുളിക്കാൻ പോകുന്നു. ടൈം ഇസ് 11:10. അടുക്കളയിലൊരു പാട്ട് കേട്ടു. എന്ത് ചെയ്യുക രാത്രി? കെറ്റിൽ ഞാൻ ഇവിടെ ഒളിച്ചു വെച്ചേക്കുവോ? ഗ്ലാമർ വയ്ക്കാം. മാസി മാസം നാളാന പൊണ്ണ് മാമൻ ഉനക്ക് താനേ. എന്താണ് അയ്യടാ? കളറൊക്കെ ഞാൻ എന്റെ മുടിയിൽ ഗ്രേ കളർ ഞാനൊക്കെ കളർ അടിക്കും. അയ്യോ അതല്ല, ഡ്രിങ്കിങ് വാട്ടർ അല്ല. അല്ല കഴുകുണ്ടേ. ആ കഴുകുന്നതാ. ഇതാ ഡ്രിങ്കിങ് വാട്ടർ. എന്ത് ചെയ്യാൻ പോവാ? ഭയങ്കര ഒരു ഉറക്കം വരുന്നു. അപ്പൊ അയ്യോ വെള്ളം വരുന്നില്ലേ? ആ സ്വിച്ച് ആണ് ഓഫ് ആക്കിയിരിക്കുമായിരിക്കും. യെസ്, 1 മിനിറ്റ്. സ്വിച്ച് ഓഫ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓൺ ചെയ്യാവേ, അല്ലെങ്കിൽ വരത്തില്ല. ആ വന്നു തുടങ്ങി. ഹൈ 10 സെക്കൻഡ് മതിയല്ലേ? ഞാൻ വിചാരിച്ചു 2 മിനിറ്റ്. ഫോഴ്സ് കുറവ് കേട്ടോ. അത് ഞാൻ അർജുനോട് ചോദിച്ചാൽ എന്തായാലും അർജുൻ പറയാ ഭയങ്കര ഫോഴ്സ് ആണെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ ആൾക്കാർ വേസ്റ്റ് ചെയ്യുന്നു. വേസ്റ്റ് ചെയ്യാതിരിക്കാനാണ് കുറച്ച് ഫോഴ്സ് കുറഞ്ഞു വരുന്നത്. വെള്ളം കിട്ടാൻ ചത്തു പോകും.
തൊണ്ട വരണ്ട് ചെത്തു. അങ്ങനെയൊന്നുമില്ല. എന്റെ പൂ നോക്കി, ഗ്ലാമർ. ഇതല്ലേ മുട്ട് ഒന്ന് മലർന്നിട മറുക്കും. ഈ പെട്ടെന്ന് വരുന്ന പാട്ടുകളെല്ലാം തമിഴാ അല്ലേ? നമ്മൾ തമിഴേ ഉള്ളൂ പറ്റുള്ളൂ, മലയാളം പറ്റത്തില്ലേ? പറ്റുന്നില്ല. ഹിന്ദി പാടുവോ? ഒരു നെഗറ്റീവ് വന്നാൽ അശ്വിനെ കൊണ്ട് പാട്ട് പാടിക്കുന്ന സിന്ധു എന്തും മോശം. എവിടെ നോക്കി സംസാരിക്കുന്നത്? അല്ല ഞാൻ തേർഡ് പേഴ്സൺ ആയിട്ട് സംസാരിച്ചാണ്. മേക്കിംഗ് കോഫി ഫോർ യോർസെൽഫ്. ഇതാണ് ഓസിക്ക് ഇഷ്ടപ്പെട്ട കോഫി. എനിക്കിത് ഇതാണ് അശ്വിന് ഇഷ്ടപ്പെട്ടത്. ഇത് കുറച്ചുകൂടെ ഓസിക്ക് ഡബിൾ ഡോസ് വേണം, അശ്വിന് സിംഗിൾ ഡോസ് വേണം. എനിക്ക് ഒന്നും മതി. സിംഗിൾ മതിയോ? ചുമ്മാ ഒരു കൊതിക്ക്. അയ്യോ അടങ്ങിയിട്ടില്ല നന്നിട്ടോ അടപ്പ്. ആ ഓക്കെ. അപ്പൊ നിങ്ങൾ കോഫി ഉണ്ടാക്കും, ഞാൻ കുടിക്കാൻ പോകുന്നു. പിന്നല്ലാണ്ട് വൈറ്റ് കപ്പ് ഒന്നേ ഉള്ളൂ. 2 വൈറ്റ് കപ്പ്. ഇത് എനിക്ക് ഓസിക്ക്. ഇതാണ് ഓസിക്ക്. ഓ നിങ്ങൾക്ക് മറ്റേ ചൂടുവെള്ളം ഒഴിക്കുമ്പോ സ്വന്തം ഫോട്ടോ തെളിഞ്ഞു വരുന്ന കപ്പല്ലേ? അത് എനിക്ക് അങ്ങനെയല്ല, കണക്ക് എനിക്ക് ഇതിനെ അറിയും. ഇതാകുമ്പോ ഓസിന്റെ കാല് വരെ വരണം. എവിടെ അല്ലേ ഒഴിക്കുമ്പോ ഓസിന്റെ കാല് വരെ വരണം. നമ്മുടെ അന്നാണ് കറക്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത്. ഒരു പാട്ടും കൂടെ പാടി ഞാൻ വേഗം പോട്ടെ. ഒരു പാട്ടും കൂടെ പാടി ഞാൻ പോകുന്നു. കണ്ണൂറും കാഴ്ചയെല്ലാം കൺമണിയെ ഉറുക്കും കാണാതെ നെഞ്ചുക്കുള്ളയിലിക്കും ഒരേ ഒരു പാർവയെ പാർത്ത് ഓടി മറഞ്ഞ വരും കാഴ്ചയെല്ലാം കൺമണിയ കാണാതെ നെഞ്ചുകൊള്ളയിലേക്കും ജല 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 അപ്പൊ കോഫി ഉണ്ടാക്കി ഞാൻ പോട്ടെ. എനിക്ക് എന്റെ ടൈ ഇട്ടിട്ട് 15 വരെ ടൈ കഴുകാൻ പോട്ടെ. ബൈ, ഗുഡ് നൈറ്റ്. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പാട്ട് പാടാം. ഓക്കെ ബൈ. വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ. അങ്ങനെയാണ് നമ്മൾ മലയാളികൾ പറയണത്. ഓക്കെ ബൈ. ഹോസ്പിറ്റലിൻ്റെ അടിയ വീട്ടിൽ കൊണ്ടാക്കി 5 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. വീടെത്തി ഇന്ന് October 12th. ടുമോറോ ഇസ് October 13th. അമ്മൂൻ്റെ ബർത്ത്ഡേ. ഈശാനിപ്പോഴും ഇവിടെ ഫ്രൂട്ട്സും കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. See you also in my next video. So this was a very happening Sunday of my life. അതിലെ ക്ലൈമാക്സ് എന്ന് വെച്ചാൽ ആൻറ്റി ക്ലൈമാക്സ് ആയ ഡാഡിയുടെ കാല് മുറിഞ്ഞതും പിന്നെ ഹോസ്പിറ്റലിൽ പോയതും പിന്നെ ഉള്ളൊരു 2 മണിക്കൂറൊക്കെ അത് നമ്മുടെ ഈ ക്ലൈമാക്സിന് ശേഷമുള്ള ആൻറ്റി ക്ലൈമാക്സ് ആയിരുന്നു. എനിവേ ഡാഡി എല്ലാം കഴിഞ്ഞ് വീട്ടിക്കൊണ്ടാക്കിയപ്പോൾ എന്നോട് പറയാം സോറി എന്ന് വെച്ചാൽ നമ്മളെ ഈ രാത്രി ഉപദ്രവിച്ചു എന്നുള്ളതിന് എന്നോട് സ്വയമേ കുഴപ്പമില്ല ഡാഡി. പാവം. അപ്പോൾ ശരി, see you also in my next video. Okay, bye. Bye. 12 o'clock ആകാറായി. ഞങ്ങൾ മീറ്റ് ചെയ്യണം. Say good night. Bye. See you. Bye.